الرجيم أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء ومن يضلل الله فلن تجد له سبيلا. മുനാഫിക്കുകളുടെ മോശമായ സ്വഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കുറച്ച് പറയും, അതിന് സൂറത്ത് തൗബയിൽ വേറെ പറയും. മുനാഫിക്കുകൾ അള്ളാഹുവിനെ തോപ്പിക്കുന്ന പരിപാടിയാണ്. അള്ളാഹ് തോക്കുന്നല്ല അതിൻ്റെ അർത്ഥം. ഐ യഫ്അലൂന മാ യഫ്അലുൽ മുഖാദിഉ, വഞ്ചിക്കുന്ന ഒരാൾ ചെയ്യുന്ന പണി ഇവർ കൊടുക്കുന്നു. അത് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ കക്ഷി അറിയാതെ കണ്ട് ഇതിലെന്തെങ്കിലും കുൽമാലുണ്ടാക്കില്ല. അപ്പം ഇവരുടെ വിശ്വാസത്തിൽ ഇവർ ഒളിപ്പിച്ച് ചെയ്ത കാര്യം അള്ളാഹ് അറിയൂല എന്ന് അള്ളാഹിൻ്റെ ഇൽമിൽ ഇവർക്ക് വിശ്വാസമില്ല. അപ്പം അള്ളാഹിനെ തോൽപ്പിക്കാൻ കഴിയുന്നേ. അതേപോലെ പ്രശ്നം എന്താ? അത് മിൻ ഇൽഹാറുൽ ഈമാൻ, ഈമാനെ വെളിപ്പെടുത്തും. വൈബത്താനിൽ കുഫറിനെ മറച്ചു വെക്കുകയും ചെയ്യും. അപ്പം ഇത് അള്ളാഹ് അറിയില്ല. ദാലിക്കും ദന്നുക്കും അല്ലതീ ദനൻതും ബിറബ്ബിക്കും എന്ന് പറഞ്ഞില്ലേ? ഈ ഒളിപ്പിച്ച് ചെയ്യുന്ന കാര്യം അള്ളാഹ്ക്ക് അറിയൂല എന്നുള്ളൊരു വിശ്വാസം നിങ്ങളെ പൊടികൂടിയിട്ടുണ്ട്. ആ തന്നിനാണ് എന്താക്കുന്നത്? ഈ തട്ടിപ്പ് നടത്താക്കുന്നത്. എന്നാൽ വഹുവ ഖാദിഉഹും, അല്ലാഹു തആല ഇവരെ ഖാദിഅൻ എന്നെന്താ? അള്ളാഹ് അറിയാത്ത മാതിരി നടിക്കൂന്നായി. ആ എന്നോട് ചതിക്കുന്നല്ല. അപ്പൊ ഇവർ വിചാരിക്കുന്ന ശരിക്കും അള്ളാഹ് തോറ്റിട്ടുണ്ട്. അതെന്താന്ന്? തൽക്കാലം ഇവർക്ക് നിഅമത്തുകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താന്ന് കിട്ടുന്നില്ല. അപ്പൊ അള്ളാഹ് അറിഞ്ഞിട്ട് ചതിപ്പെട്ടു. ഐ അല്ലാഹു തആല ഫാഇലും ബിഹിം മാ യഫ്അലുൽ ഗാലിബു ഫിൽ ഖിദാ, ഖിദാഇന്റെ വിഷയത്തിൽ ജയിച്ചൊരാളുണ്ടല്ലോ, അയാൾ ചെയ്യുന്ന പോലെ എന്താണ്? ഹൈസു തറക്കഹും ഫിദ്ദുന്യാ മഅസൂമിദ് ദിമാഇ വൽ അംവാൽ, ദുന്യാവിൽ അവരെന്താക്കി ശിക്ഷ ഒഴിവാക്കിയിട്ട് അവരെ രക്തവും അവരുടെ മുതലും കാക്കപ്പെട്ടവരായിട്ട് മാറ്റുന്നുണ്ട്. വഅഅദ്ദ ലഹും ഫിൽ ആഖിറതി, ആഖിറത്തിൽ ഒരുക്കി വെച്ചതോ അദ്ദർക്കൽ അസ്ഫല മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടാണ്. അതപ്പുറം പറയും. ഓറെ പിടികൂടൊന്നും പാടില്ലല്ലോ. മുനാഫിക്കിനെ പിടികൂടിയിട്ട് കൊല്ലാനോ എന്താക്കാനോ ഒന്നും പാടില്ലല്ലോ. ഇസ്ലാമിന്റെ നാഹിലാവിരിക്കല് ഓറെ മുതൽ എല്ലാം കാക്കപ്പെടും. ഇനി മറ്റൊരു സ്വഭാവമാണ് വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, നമസ്കാരത്തിലേക്ക് നിന്നാൽ നിസ്കാരത്തിനോട് മടിയന്മാരായിട്ടാണ്. ഇതെങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കലാണ്. ഐ മുതസാഖിലീന മുതകാഇസീന, അതിനോട് വൈമനസ്യം, അതായത് മാനസികമായൊരു കൂറ് അതിനോടില്ല, നിക്കിരിക്കും. അതാ കമാ തറാ മൻ യഫ്അലു ശൈഅൻ അൻ കുർഹിൻ, നിർബന്ധമായി മനസ്സിൽ വെറുപ്പോടുകൂടി എന്താക്കും നിർബന്ധിതരായി ചെയ്യുന്ന ഒരാളെ മാതിരിയാണ്. ലാ അൻ തീബി നഫ്സി, തീബി നഫ്സ് ഉണ്ടാവില്ല. പിന്നെ യുറാഊനന്നാസ, അത് ജനങ്ങളെ കാണിക്കാനാണ്. അല്ല നിൽക്കിച്ചിട്ടില്ല എന്നാള് പറയൂലേ? അപ്പൊ ഒന്നുമില്ലാണ്ട് നിൽക്കിച്ചാലും എന്താ? ജനങ്ങൾക്ക് നിൽക്കാനായല്ലോ. ആ അങ്ങനെ ഒരു നേരം നിൽക്കാനുണ്ട്. ഇവിടെ നിന്നുണ്ട് പിള്ളേർ സുബ്ഹാനല്ലാഹി അമ്പന്തി ചെല്ലുന്നു. ഞാൻ കുറേ പിള്ളേർ അസനിക്കിച്ചിട്ടില്ല. അതെയാ നിൽക്കാത്തല്ല, എണീക്കടാ, എണീച്ച് എല്ലാവരും ബേസനിക്കിച്ചട്ടെ. ആ ഞാൻ ചോദിച്ചാൽ മുതലാറ് എപ്പോഴും നിൽക്കാരാ ഇത്? അങ്ങനെ പലതും ഇവിടെ കാണേണ്ടി വരും. നിങ്ങൾ കാണാൻ സഹിയില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളി.
ഇതാ ഇപ്പം നിൽക്കാറ് അസർ നിൽക്കാറാ കണ്ടത്. നടക്കത്തും കഴിഞ്ഞ് يقصدون بصلاتهم الرياء والسمعة. റിയാഉം സുംഅത്താണ് നിസ്കാരം കൊണ്ട് കരുതുന്നത്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല എന്ന് പറഞ്ഞാൽ ദിക്റൻ ഖലീല എന്നുണ്ടാവും. വലാ യദ്കുറൂനാൻ്റെ ഒരു മഫ്ഊലാണ് ഇത് ദിക്റൻ. ആ മഫ്ഊലിൻ്റെ സിഫത്താണ് ഖലീലൻ. അപ്പം ഖലീലായ ദിക്റേ ഉണ്ടാവുള്ളൂ. ഇതിൽ മുറായി ലാ യഫ്അലു ഇല്ലാ ബിഹദറത്തി മൻ യുറാഹിഹി. റിയാ കാട്ടുന്ന ആൾ ചെയ്യുമ്പോൾ അത് കാണാനും കേൾക്കാനും ആളുണ്ടെങ്കിലല്ലേ ചെയ്യുള്ളൂ. വഹാകദാ തറാ കസീറൻ മിനൽ മുതല്ലാഹിരീന ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് ലാഹിറായ പ്രകടനം നടത്തുന്ന ആളിങ്ങനെ കാണാൻ കഴിയും. ലൗ സഹിബത്തഹുൽ അയ്യാമ വല്ലയാലിയ, രാത്രിയും പകലും നിന്ന് സുഹബത്തിൽ കൂടി നോക്ക്. ലം തുസ്മഅ മിന്നു തഹ്ലീലത്തുൻ വലാ തഹ്മീദ. അവർ ഒരു തഹ്ലീലോ തഹ്മീദോ ചെല്ലുന്നത് കേൾക്കാൻ കഴിയൂല. 24 മണിക്കൂർ ഫോൺ വിളിക്കലായിരിക്കും. ഈ ഫോണെന്ന് പടക്കപ്പെടാത്ത കാലത്തോടെ മനുഷ്യന്മാർ ജീവിച്ചതിന് ആവശ്യം കഴിഞ്ഞു. അവർ ദറൂറത്തിന് വേണം സംഗതി. പക്ഷെ 24 മണിക്കൂർ അതാകാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഇന്ന് തുടങ്ങിയാൽ നിൽക്കുമോ? അതെല്ലാം പറഞ്ഞാൽ എനിക്കൊക്കെ മൂത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉളർക്കാൻ വേണ്ടി പോയിരുന്നു. ഒരാൾ ഫോണ് വന്നു. ഒരടുക്കൽ കടമയില്ലേ നമുക്ക് മലയാള സ്വഭാവത്തിൽ അന്നൊക്കെ മഗ്‌രിബ് അതിൻ്റെ സമയത്ത് നിർത്തിയിട്ടില്ല. ആശ്രയിച്ചിട്ട് തുടങ്ങിയിട്ട് 3 മണിക്കൂറാണ് സംസാരിച്ചത്. അതാ നമ്പർ കാണുമ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് നിർത്തുമെന്ന് ആദ്യം പറയണം. ഈ ഫോണിൻ്റെ കോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നിർത്താമെന്ന് എനിക്ക് കിട്ടിയെങ്കിലേ എനിക്ക് പറയുള്ളൂ. വലാകിൻ ഹദീസുദ് ദുനിയാ യസ്തഗ്ലിഖു ഔഖാതഹു ലാ യഫ്തുറു അൻഹു. ദുന്യാവിൻ്റെ സംസാരങ്ങൾ അവരുടെ വക്കത്ത് മുഴുവനും പിടിച്ചു മുക്കി കീഴടക്കിയിരിക്കും. അതിനെ തൊട്ട് ഒരു വിശ്രമം ഉണ്ടാവില്ല. വണ്ടി ഓടിക്കുമ്പോഴും നിൽക്കിരിക്കുമ്പോഴും ചോറ് വയ്ക്കുമ്പോഴും ഉറങ്ങുമ്പോൾ എല്ലാം തന്നെ. മുദബ്ദബീന ബൈന ദാലിക്, അതിൻ്റെ ഇടയിൽ അവർ മുറദ്ദദീന ബൈനഹുമാ മുതഹയ്യിരീൻ, അതിൻ്റെ ഇടയിൽ എന്താക്കിയെന്നറിയോ? അവർ കടന്നിങ്ങനെ തിരിയുകയാണ് മുതഹയ്യിരീങ്ങളായിട്ട്. അത് റബ്റബഹുമു ശൈത്വാനു വൽ ഹവാ, കണ്ടോ? തടിഹവയും ശൈത്താനും അവരെന്താക്കി അങ്ങോട്ടും ഇങ്ങോട്ട് കളിപ്പിക്കുന്നു. ഈ റബ്റബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹഖീഖത്തിൽ മുദബ്ദബ് എന്ന് പറഞ്ഞാൽ മാ യുദബ്ബു വയുദഫഉ. നമ്മൾ ജഅജ എന്ന് പറയുമ്പോൾ നന്നപ്പയിച്ച് എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന ലോകത്തില്ലേ, അതിനൊക്കെ അസലുണ്ട്. ജഅജ എന്ന് പറഞ്ഞാൽ വല്ലാതെ പയിച്ച് എന്നാണ്. അപ്പം റബ്ബ എന്ന് പറഞ്ഞാൽ അത് പോയി തിരിച്ചു വന്ന് പിന്നെ ആട്ടിനും പായിക്കാതെ നമ്മൾ പണിയുള്ളൂ. അതേ വചനാണ്. അതാ മാ യുദബ്ബു വയുദഫഉ അൻ കിലൽ ജാനിബൈനി മറത്തൻ ബഅദ ഉഖറ. ഒരഭാഗത്ത് അങ്ങോട്ടേക്ക് ഒരു ഭാഗത്ത് ഇങ്ങോട്ടേക്ക് ഈ നൂല് നോക്കുന്ന ഒരു സാധനമുണ്ട്. കാലുണ്ടെങ്കിൽ ചവിട്ടുമ്പോൾ എന്താക്കും? പകുതി നൂല് പൊന്തുമ്പോൾ ഇടയ്ക്ക് കുടിക്കുമ്പോൾ പായോ. ഇത് മറ്റേ കാലം വന്നിട്ട് ഇപ്പുറം ചവിട്ടി എന്താക്കും? ഈ ഭാഗം പൊന്തിച്ച് അങ്ങ് ഇങ്ങോട്ട് പോയോ. അപ്പോൾ ചൈത്തറിയണ്ടില്ലേ? ഇതന്നെ ഇതാ മുതബ. അങ്ങോട്ട് വന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി, അങ്ങോട്ട് ഇങ്ങോട്ട് പോയി. ലാ ഇലാഹ ഹൗലാഇ വലാ ഇലാഹ ഹൗലാഇ. ഒന്നാമത്തെ ഹൗലാഇ ലാ മൻസൂബിന ഇലൽ മുഅ്മിനീൻ, മുഅ്മിനീകളെ കൊള്ളിയും ചേർക്കപ്പെട്ടിട്ടില്ല. പിന്നെ അപ്പോൾ ഫയകൂനൂന മുഅ്മിനീൻ, എന്നാൽ മുഅ്മിനാകാലോ. വലാ ഇലൽ കാഫിരീങ്ങളെ കൊള്ളിയും ചേർക്കപ്പെട്ടിട്ടില്ല. ഫയകൂനൂന മുശ്രിക്കീൻ, എന്നാൽ മുശ്രിക്കീങ്ങളും ആകാലോ. കടവാതിലിനെ പറ്റി പറഞ്ഞാണ്. കടവാതിലി ഞാൻ പറഞ്ഞേക്ക് ഞാൻ കടവാതിലിനാണ് നമ്മളെ മിസാല്. എന്താണ്? ചെവിയലുള്ളത് കൊണ്ടെന്താക്കിയെന്നറിയോ? മൃഗങ്ങളുടെ കൂട്ടത്തിൽ മറ്റേ പ്രസവിക്കുന്ന കൂട്ടത്തിലേക്ക് ഇതൊക്കെ പോയി നോക്കി. ചെവിയലിനോട് എടുക്കൂല എന്ന് പറഞ്ഞു. മൃഗങ്ങൾ എടുത്തില്ല. ചെറുത് കണ്ട വാകിയിൽ എന്താക്കി ഈ പക്ഷിയുടെ കൂട്ടത്തിലേക്ക് പോയപ്പം പറഞ്ഞു എനിക്ക് ചെവിയും മറ്റൊക്കെ ഉള്ളതുകൊണ്ടും പ്രസവിക്കുന്നതുകൊണ്ട് എന്താക്കൂല, പക്ഷികളെയും കൂട്ടത്തിൽ കൂടില്ല. എന്നാൽ ഞാൻ രണ്ടിനും കൊടുന്നില്ല എന്നിട്ട് കെട്ടി തൂങ്ങലാണ്. അപ്പം ഇതാ മുതബീന ബൈന ദാലിക്ക് 2 പാർട്ടി എടുക്കൂല. എന്താണ് ഈ പാർട്ടി എടുക്കൂല? കാരണം അപ്പുറത്തെ ആൾ മരിച്ചാൽ കാണാൻ പോകും, രോഗം കാണാൻ പോകും, മന്ത്രിക്കാൻ വന്നാൽ മന്ത്രിച്ചെടുക്കുകയും ചെയ്യും. അതുകൂടെ മൊബൈലിൽ പിടിച്ച് നോട്ട് ചെയ്തിട്ട് ഇതാ
നമ്മുടെ ഒരാളെ അവസ്ഥ കണ്ട മറ്റൊരാളെ രോഗം കണക്കാകുമ്പോൾ പോയിട്ടുണ്ട്, തിരിച്ചും വരും. അപ്പൊ പിന്നെ പച്ചി കൊടുക്കൂല, വെറുതെ കൊടുക്കൂല. കാരണം നിയമമുണ്ടല്ല, അന്യന്മാരോടും ഉണ്ടാൻ പാടില്ല, ഭാര്യമാരോടും ഉണ്ടാൻ പാടില്ല, അയലക്കക്കാരോടും ഉണ്ടാൻ പാടില്ല. പിന്നെ അതിൽ കിഴിവുണ്ട്, പൈസ ഒട്ടന്നെ വേണ്ടിയില്ല. കാരണം വലിയ പണക്കാർ 2 കൂട്ടരും പൊടി വലിയാക്കുന്നില്ലല്ലോ. അന്നേരം പറഞ്ഞ അയാളെ പണം ശൂന്യാണ്. അല്ലാഹു തആല ആരെയും ദലാലത്തിലാക്കിയാൽ, എന്തുകൊണ്ട് അള്ളാഹ് അങ്ങനെ തന്നെ ദലാലത്തിലാക്കൽ? അങ്ങനെ പിന്നെ ഖുർആൻ ഇറക്കി അമ്പിയാക്കളെ അയച്ചു ഇതെല്ലാം ആക്കണം. ഇവൻ കൊടുത്തിട്ട് സ്വീകരിക്കാൻ, ഞാൻ കൊടുത്തെന്ന് അങ്ങ് തിരിച്ചു വാങ്ങും, അകത്ത് തന്നെ. അപ്പൊ ലാഹിക്കം എന്തുകൊണ്ടാണ് ദലാലത്തിലാക്കേണ്ടി വന്നത്? അവൻ ഹിദായത്തിനും തൗഫീഖിനും കൊള്ളരുതാത്തോണ്ട്. ഒരു നിഅമത്ത് ചെയ്യുമ്പോൾ ആ നിഅമത്ത് 2 കൈയും കൂട്ടിയിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞ് സ്വീകരിക്കല്ലോ. അതുകൊണ്ട് ഫലൻ തജിദ ലഹു സബീല, അവർക്ക് വേണ്ടി നിങ്ങൾ ഒരു മാർഗം എത്തിക്കുക. എന്ത് സബീല്? മൂസിലൻ ഇലൽ ഹഖ് വസ്സവാബ്, ഹക്കിലേക്കും സവാബിലേക്കും ചേർക്കാനുള്ള വഴി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയൂല എന്നാ പറഞ്ഞു അല്ലേ? അതായത് അറിയിച്ചു കൊടുക്കുന്ന അർത്ഥത്തിന്. ഫളിലൻ അൻ തഹ്ദിയഹു ഇല, അതിലേക്ക് ഹിദായത്തില്ലാതിൽ അതിനപ്പുറമില്ല. ഹിദായത്തിന് 2 മാന പണ്ടേ പറഞ്ഞിട്ടുണ്ട് നമ്മള്. ഒന്ന് വഴി പറഞ്ഞു കൊടുക്കുക, മറ്റൊന്ന് വഴിയിലേക്ക് എത്തിക്കുക. അവ പറഞ്ഞു കൊടുക്കാൻ പോലും വയ്യോർക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഫളലൻ അൻ തഹ്ദിയഹു ഇല, അതിലേക്ക് എത്തിക്കാൻ അത് ഒട്ടുണ്ടാവില്ലല്ലോ. വമസലുൽ മുനാഫിഖീന വൽ കാഫിരീൻ, അവർക്കുള്ള ഉദാഹരണം കമസലി സലാസത്തി അഷ്ഖാസിൻ, ഒരു 3 ആളെ ഉദാഹരണം പോലെയാണ്. ദുഫിഉ ഇലാ നഹരിൻ, ഒരു നെഹറിലേക്ക് അവർ ചെന്നാക്കപ്പെട്ടു. ഫഖതഅഹു അൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ എന്താക്കി? ആ പുഴ നീന്തിയിട്ട് താണ്ടിക്കിടന്നു. വഖഫൽ കാഫിർ എന്താക്കി എന്നറിയോ? ഇറങ്ങാതെ കണ്ട് അടക്കരക്കന്നെ നിന്നു. വനസല ഫീഹിൽ, മുനാഫിഖ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് കരയിൽ വിടുകയും ചെയ്ത് അക്കരെത്തിയതും ഇല്ല. അതാ ഹത്താ ഇദാ തവസ്സത അജസ, അങ്ങനെ നടുക്കെത്തിയപ്പോൾ പരാജയപ്പെട്ട്. അപ്പൊ ഫനാദാഹുൽ കാഫിർ വിളിക്കുന്നത് ഹലുമ്മയിലയ്യ, ബാബ ഇങ്ങോട്ടേക്ക് വന്നേന്ന്. എന്തിനാ? ലാ തഖദിക്ക് മുങ്ങാതിരിക്കാൻ. അപ്പൊ വനാദാഹുൽ മോമിന് വിളിക്കുന്നത് എങ്ങനെയെങ്കിലും ഇപ്പത്തേക്ക് വന്നു. ഹലുമ്മ ഇലയ്യ ലിതഖ്ലസ, നാ മുങ്ങാണ്ട് രക്ഷപ്പെടാലോ. ഫമാദാലൽ മുനാഫിഖു യതറദ്ദു ബൈന, അപ്പോൾ മുനാഫിഖ് എന്താക്കുന്നത്? അങ്ങോട്ട് നീന്തി നോക്കുന്നു, ഇങ്ങോട്ട് നീന്തി നോക്കുന്നു. അതാണ് മുദബദബ എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണം പറഞ്ഞത്. ഇദാ അതാ അലൈഹി മാഉൻ, വെള്ളം വരുന്ന അവസരത്തിൽ ഫഗറഖഹു, അന മുക്കിയാൽ ഫകദാലിക അൽ മുനാഫിഖു ലം യസൽ ഫീ ശക്കിൻ ഹത്താ യഅതിയഹുൽ മൗത്. ഇങ്ങനെ അതാ സ്വീകരിക്കേണ്ട, ഇതാ സ്വീകരിക്കേണ്ട, അതാ ഹക്ക്, ഇതാ ഹക്ക്, അതാ ഹക്ക് എന്നുണ്ടാകുമോ? അങ്ങനെ മരിച്ചിരിക്കും. ആ ശക്കുമത്തലത്തൻ്റെ പോക്ക്. ഇനി പുതിയൊരു ഹുക്കുമാ പറയുന്നു, ഈ മുനാഫിഖ് നിങ്ങളെ കൂട്ട് പിടിച്ച് നിങ്ങളുടെ ചങ്ങായിയൊന്നും ആക്കണ്ടാണ്, നിങ്ങളെ ചതിക്കലുണ്ടാവില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളോട് പറയുന്നു, കാഫിരീനെ നിങ്ങൾ എന്താക്കണ്ട? ഔലിയ ആക്കണ്ട, മോമിനിയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്. എന്നുവെച്ചാൽ അവിടെ മഫ്ഹൂം ഉണ്ടാവില്ല. മോമിനിയങ്ങളെ ഒഴിവാക്കാതെ കൊണ്ട് കൂട്ടുപിടിക്കാന്നല്ല, നമ്മുടെ സംഭവം എന്താണ്? മോമിനിയങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് കൂട്ടുപിടിക്കുക ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ സംഭവം എടുത്തു പറഞ്ഞാന്നുണ്ടാവില്ല, മഫ്ഹൂം ഉണ്ടാവില്ല, തീരെ പിടിക്കണ്ടെന്നുണ്ടാവും. ഒരു സാധനത്തിന് മഫ്ഹൂം എന്ന് പറഞ്ഞതിന്റെ അപ്പുറത്തെ മറുവശം തിരിച്ചു പിടിച്ചിട്ട് എടുക്കലല്ലേ? അതിന് 5 ഷർത്തോക്കാനുണ്ട് അല്ലേ? ജമീൽ പറഞ്ഞ അങ്ങനെയല്ലേ? 5 ഷർത്തോക്കണം. അവസരോചിതമായ ചോദ്യത്തിന് ഉത്തരം വന്നാൽ അപ്പം കൊടുക്കൂല. എനിക്ക് കെട്ടിപ്പോറ്റുന്ന ഒരാളുണ്ട്, സക്കാത്ത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കെട്ടിപ്പോറ്റുന്ന നാട്ടിൽ സക്കാത്ത് ഇല്ലെന്ന് പറയും. പക്ഷെ നിങ്ങൾ കെട്ടിപ്പോറ്റുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരം കിട്ടി. അപ്പം അതിന് എന്താക്കൂല? അപ്പം കൊടുക്കൂല, അതിന് വേറെ ദലീൽ വേണ്ടി.
അതുപോലെ തന്നെയാണ് മിന്ദൂനിൽ മോമിനീനാന്ന് ചന്ദ്രബോധിതമായിട്ട് വന്നത് അങ്ങനെയാണ്. അതിനാണ്ട് മോമിനീങ്ങളെയും കൂട്ടാ ഇവരെയും കൂട്ടാകുമ്പം ആ ഹുക്മ മാറ്റം വരില്ല. മുനാഫിക്കീങ്ങളോട് ശബാഹത്ത് വേണ്ട, കാരണം മുനാഫിക്കിന്നവർക്ക് അങ്ങനെയുള്ളത്. അതുപോലെ നിങ്ങൾ ആവണ്ട. എന്താ പണി? ഇസ്ലാമിന്റെ ശത്രുക്കളായ യഹൂദികളെയും ഗൈറിനെ എന്താക്കും? അഹിബ്ബാക്കും. അത് മുനാഫിക്ക് ചെയ്ത പണിയുണ്ട്. ആ കോലത്ത് ഇങ്ങാകാൻ പാടില്ല. കച്ചവടത്തിലുണ്ടാവും അങ്ങനെ. അവന് കൂൾബാറ് കച്ചവടക്കാരുണ്ട്. അയാളെന്താക്കിയെന്നറിയോ? പേദിഷേർ കാഫറിന് വിളിച്ചു. ഇത് റമദാൻ മാസം പരസ്യമായി തുറക്കും. അല്ലാപ്പ നിങ്ങൾ യോഗത്തിന് പോകുന്നത് നിങ്ങൾ ഹോജാക്കന്മാർ വന്നാൽ മാലിടാനുള്ള പോക്കില്ല. നിങ്ങൾ ഇങ്ങനെ പരസ്യം. അത് ഓൻ്റെ ഓഹരിയിലാണ് റമദാൻ മാസം കച്ചവടം ചെയ്യുന്നത്, എൻ്റെ ഓഹരിയിലല്ല. പിന്നെ ന്യായ ഇല്ല. അവന് ഹോട്ടൽ കൂടുമ്പാറും റമദാൻ മാസം പച്ച നടത്തുന്നത് ഓൻ്റെ ഓഹരി പ്രകാരമാണ്, എൻ്റെ ഓഹരിയല്ല. മറുപടി കിട്ടിയില്ലേ? വഖൗലുഹു മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൂടാതെ എന്ന് പറഞ്ഞ മുതജാവിസീന വിലായത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വിലായത്തിനെ ഒഴിവാക്കി. അപ്പം അവിടെ മഫ്ഹൂം എടുത്താൽ എന്താ ഉണ്ടായാലും കിട്ടുമെങ്കിൽ മുഅ്മിനീങ്ങളെ കൂട്ടുമ്പോൾ ഇവരെ കൂട്ടാൻ വരും. അങ്ങനെ എല്ലാ സംഗതി ഉള്ളത്. അതുരീദൂന അൻ തജ്അലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീനാ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങളെ പേരിൽ സുൽത്താന മുബീനാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാലോ, അല്ലാഹു തആല അവന്റെ അദാബ് ഇറക്കാൻ നിങ്ങൾ കളമെടുക്കുകയാണോ? അതുരീദൂന ബിദാലിക അൻ തജ്അലൂ ലില്ലാഹി അലൈക്കും ഹുജ്ജതൻ ബയ്യിനതൻ അലാ അന്നകും മുനാഫിഖൂൻ, നിങ്ങൾ മുനാഫിഖീങ്ങൾ തന്നെയാണ് എന്ന് ഹുജ്ജത്തും ബയ്യിനത്ത് ഉണ്ടാക്കലാന്ന് ഇവിടെ വന്നത്. കാരണം ഈ കൂട്ടുകെട്ട് കാണുമ്പോൾ മനസ്സിലാക്കാം നിങ്ങൾ ചോറും കൂറും വേറെ രണ്ടും രണ്ടിലാന്ന്. അതാണ് ഫൈന മുവാലാതഹും അയൗദഹു അദില്ലത്തിൻ നിഫാഖ്. കണ്ടാ, നിഫാഖിന്റെ ഏറ്റവും വ്യക്തമായ അടയാളമാണ് ഇത്, അവരുടെ മുവാലാത്ത്. ഇവിടെ അപ്പൊ സുൽത്താൻ എന്ന് പറഞ്ഞ രാജാവ് എന്നല്ല, ശരിക്കും പറഞ്ഞാൽ സുൽത്താൻ രാജാവ് എന്ന അർത്ഥമില്ല. സാലാത്ത സീനയിലാമി കുട്ടിയ മറ്റൊരാളെ പേരിൽ അധികാരം ചുമത്തുന്ന പരിപാടിക്കാണ്. വല തുസല്ലിത്ത അലീന മല്ല യർഹമുന, ഇവരെ കീഴ്പ്പെടുത്താനും മറ്റൊരാൾക്ക് അധികാരം കിട്ടുന്ന വിഷയത്തിനാണ് സുൽത്താൻ. അതെന്താക്കും? ഈസിയായിട്ട് വരും ബാണും കുന്തും ആളെല്ലാം കൂട്ടിയിട്ട് സുൽത്താനാകാം. അല്ലെങ്കിലോ മറ്റൊരാളെ പറഞ്ഞ് തോപ്പിച്ചിട്ട് എന്താക്കാം? അവൻ അടക്കിയിരുത്താൻ കഴിയും. അതൊരു സുൽത്താനാണല്ലോ. അപ്പൊ ഫസ്റ്റ് സുൽത്താൻ എന്ന് പറഞ്ഞ ഹുവൽ ഹുജ്ജ, ഇവിടെ ഹുജ്ജത്താണ് ഉദ്ദേശിക്കുന്നത്. ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൽ നിന്നുള്ള അടിയിലെ ദർക്കിലാണ് മുനാഫിഖ്. ഇദാ ഹുവ തബഖത്തുല്ലതി ഫീ ഖഅഇദി ജഹന്നം, ജഹന്നമിന്റെ ആഴത്തിലുള്ള അടിത്തട്ടാണ് ഇത് ദർകുൽ അസ്ഫൽ എന്ന് പറഞ്ഞത്. അതിനാണ് വഹിയൽ ഹാവിയ, അതിന് ഹാവിയ എന്നും പറയും. എന്നിട്ട് പറഞ്ഞില്ലേ? അപ്പൊ വന്നാറ് സബഉ ദറക്കാത്തിൻ, നരകം 7 ദർക്കാത്താണ്. താഴോട്ടുള്ള തട്ടിനാണ് ദർക്കാത്ത് എന്ന് പറയാം, മുകളിലേക്കുള്ളതിന് ദറജാത്ത് എന്ന് പറയാം. സുമ്മിയത്ത് ബിദാലിക, അതുകൊണ്ട് പേര് വന്ന എന്താ? ലിഅന്നഹ മുതദാലികത്തുൻ മുതതാബിഅത്തുൻ ബഅദുഹാ ഫൗക ബഅദിൻ. ഇത് ദറക്കാത്ത് എന്ന് പേര് വന്നെന്താ? ഒന്നിന്റെ മുകളിൽ ഒന്ന്, ഒന്നിന്റെ മുകളിൽ തട്ടാക്കിയിട്ട്. ആ മുകളിലേക്കാണ് ആണെങ്കിൽ ദറജാത്ത് എന്ന് പറയും, താഴേക്ക് പോകുന്നതാണ് ദറക്കാത്ത്. വദ്ദറകാത്തു ഫിന്നാരി മിസ്ലു ദറജാത്തി ഫിൽ ജന്നത, സ്വർഗത്തിലുള്ള ദറജാത്തിന് പകരമാണ് എന്താക്കുന്നത്? നരകത്തിൽ ദറക്കാത്ത് എന്ന് പ്രയോഗിക്കുന്നു. അങ്ങോട്ടേക്ക് ആഴം കൊടുക്കും. വസുഇല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു അനി ദർകിൽ അസ്ഫൽ എന്താണ്? ഫഖാല ഹുവ തവാബീതു മിൻ ഹദീദിൻ ലാ അബ്വാബ ലഹ, കുറെ താബൂത്തുകളാണ്. അതിന്റെ ജമ്മാണ് തവാബീത്ത്. താബൂത്ത് എന്ന പെട്ടി എന്ന് പറയും. അതിന് വാതിലുകൾ ഉണ്ടാവില്ല. ഫൈൻ ഖുൽത ലിമ കാനൽ മുനാഫിഖു അശദ്ദ അദാബൻ മിനൽ കാഫിർ, അപ്പൊ കാഫിറിനാക്കാണ് കടുപ്പം കൂടിയ അദാബല്ലേ മുനാഫിഖിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചു.
ഖുൽത അവന്റെ മറുപടി ലിയന്നഹു മിസ്ലുഹു ഫിൽ കുഫ്രി കുഫറിൽ തുല്യ രണ്ടാക്കും കുഫറുണ്ട് മറ്റൊന്ന് കുഫറിന്റെ പുറമെ ചതിയും വഞ്ചനയും ഇവർക്ക് കൂടിയിട്ടുണ്ട് ദീന് കൊണ്ട് പരിഹസിക്കലും കൂടി ആ കൂട്ടത്തിൽ കൂട്ടി വൽ ഖിദാലുൽ മുസ്ലിമീങ്ങളെ ചതിക്കലും കൂട്ടി അപ്പം എന്തായി ഫൽ മുനാഫിഖൂന അഖ്ബസുൽ കഫറ കുഫാറുകളിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ടവരാണ് മുനാഫിഖ് എന്ന് വന്നു ഫൈൻ ഖുൽത ഈ മനിൽ മുനാഫിഖൂൻ എന്നൊരു ചോദ്യം ഈ പറയപ്പെട്ട മുനാഫിഖാര ഖുൽതു ഹുവ ഫി ശരീഅത്തി മൻ അൽഹറൽ ഈമാന വഅബ്തനൽ കുഫ്റ കണ്ടോ ശരീഅത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈമാനിനെ പുറത്ത് കാണിക്കും കുഫറിനെ ഉള്ളിൽ വെക്കും ഇതാണ് ശരീഅത്തിൽ ഈ പറയപ്പെട്ട മുനാഫിഖിന്റെ ആയ എന്നാൽ ചില ഔസാഫിന് നിഫാഖുണ്ട് എന്ന് പറയുന്നത് എന്താണ് അവന്റെ പണി എങ്ങനെയാന്ന് അർത്ഥം അതാ വമ്മ തസ്കിബിയത്തു തസ്മിയത്തു മനിർതകബ മാ യഫ്സുഖു ബിഹിൽ മുനാഫിഖി ഫിസ്കാകപ്പെടുന്ന ഒരു കാര്യം എന്താ അമ്മ തസ്മിയത്തു മനിർതകബ ഒരു കുറ്റം ചെയ്ത ഒരാളെ പേര് പറയരുത് എന്ത് ചെയ്ത് മാ യഫ്സുഖു ബിഹി അതുകൊണ്ട് ഫാസിക്കായി പോകുന്ന ഒരു കാര്യം ചെയ്ത ഒരാൾ എന്തുകൊണ്ട് പേരിട്ട് ബിൽ മുനാഫിഖ് എന്ന് പേരിട്ട് അപ്പൊ ബിൽ മുനാഫിഖീനെ താലൂക്കെടുത്തേക്ക് തസ്മിയത്തിലേക്ക് അത് ഫലിത്തകലീതി അത് കടുപ്പം കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണ് വത്തഹദീദി വത്തശ്ബീഹ് അവനോട് തശ്ബീഹും ആക്കി കൊണ്ടുവന്ന് പേടിപ്പിച്ചതാണ് എന്താ മുബാലഗത്തം ഫി സജ്ർ അതാ ആ കുറ്റത്തിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി ശക്തി കൂട്ടാൻ വേണ്ടി എന്താ ഇത് ചെയ്താൽ മുനാഫിഖാവും എന്ന് പറയില്ല കഖൗലിഹിം മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ബോധപൂർവം എന്തായി നിസ്കാരം ഒഴിച്ചാൽ അവൻ കാഫറായി വമിൻഹു ഖൗലുഹു അലൈഹി സ്വലാത്തു വസ്സലാം സലാസും മൻ കുന്ന ഫീഹി ഫഹുവ മുനാഫിഖുൻ മൂന്ന് കാര്യമുണ്ട് അതൊരാൾക്കുണ്ടായാൽ അയാൾ മുനാഫിഖാണ് വഇൻ സാമ വസല്ല വസഅമ അന്നഹു മുസ്ലിം അയാൾ നോമ്പ് നോക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് മുസ്ലിമാണെന്ന് വാദിക്കുന്നുണ്ട് എന്നാലും അയാൾ മുനാഫിഖാണെന്ന് പറഞ്ഞു എന്താ അത് മൂന്ന് വമിൻ മൻ ഇദാ ഹദസ കദബ സംസാരിക്കുമ്പോൾ കളവ് പറയും കളവില്ലാത്ത സംസാരം ഉണ്ടാവില്ല വൈദ വാദ ഖലഫ വാക്കത്തം ചെയ്താൽ അത് ലംഘനം വരുത്തും വൈദ ഇത്തുമിന ഖാന ആരെങ്കിലും അയാളെ വിശ്വസിച്ചാൽ ചതിക്കും ഈ മൂന്ന് കാര്യം അപ്പം വൽ മുനാഫിഖു ഫിൽ ലുഗത്തിൽ മുനാഫിഖിന്റെ മാന എന്താണ് മഖൂലു മിനൻ നഫഖ് നഫഖ് എന്ന സറബ് എന്നുവെച്ചാലോ ഒരു ഗുഹ വൈനിസ്തതഅത അൻ തബ്തഗി നഫഖൻ ഫിൽ അർളി ഔ സുല്ലമൻ ഫിസ് സമാഇ ഫതഅതിയഹും ബിആയ സൂറത്തുൽ അൻആമിലില്ലേ എന്താണ് ഉണ്ടല്ലപ്പാ അതായത് തങ്ങൾ ഒരുപാട് മോചിതാത്തെല്ലാം കാണിച്ചു കൊടുത്ത് എന്നിട്ടും ഇവർ ഉൾക്കൊള്ളുന്നില്ല എന്നാൽ മോചിതാത്തൊന്ന് മാറ്റിയിട്ട് ഇവർ ഇസ്ലാമിലേക്ക് വന്നാലോ എന്ന് തങ്ങൾക്കൊരാഗ്രഹം എങ്ങനെയെങ്കിൽ ഇസ്ലാമിലേക്ക് വരണമെന്നാ താല്പര്യം അല്ലേ അതിന് അള്ളാഹു താല എന്താക്കി അതിന് മറുപടി എടുത്ത് അങ്ങനെ തങ്ങം മെനക്കെട്ടിട്ട് ഒരു എന്താണ് ആയത്ത് കൊണ്ടു കൊടുത്തിട്ടോറോ മുസ്ലിമാക്കണം എന്നാൽ പിന്നെ തങ്ങൾ ഗുഹയിലോട്ടും പോയിട്ട് ആയത്ത് കൊണ്ടു കൊടുക്കുന്നു അതിന് അർത്ഥം തങ്ങളെ ആക്ഷേപിച്ചെന്നല്ല അല്ലെങ്കിൽ ആകാശത്തിന് ഏണി വെച്ചിട്ട് കയറിയിട്ട് ഒരു പറയുമ്പോൾ താഴത്ത് കൊണ്ട് കൊടുക്കും ഈ കൊടുത്തൊന്നും പറ്റുന്നില്ലെങ്കിൽ അപ്പൊ അവരാ പറയുന്നത് അന്നാമ സുഹൃത്തുക്കൾ ചട്ടം നോക്കാനാണ് فإن استطعت أن تبتغي نفقا في الأرض أو سلما في السماء فتأتيهم بآيات അവിടെയല്ലേ നെഫക്ക് ചിന്തകയില്ലേ ദുബൈയിലല്ലോ ഭൂമിയിലെ മണത്തിനെ കൂടി വണ്ടി പോകുന്നുണ്ടല്ലോ നെഫക്ക് ഈ തുരങ്കത്തിലേക്കൂടി വണ്ടി വന്നില്ലേ അത് അവിടെ നെഫക്ക് അതെ 32 35 ഒക്കുന്നില്ലല്ലോ അങ്ങനെ പേജ് പറ അതാ وإن كان كبر عليك إعراضهم തങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഒന്നും അവർ അംഗീകരിക്കുന്നില്ല അത് തങ്ങൾക്ക് വളരെ പ്രയാസമായി എന്നാൽ പിന്നെ ഒരു നേരാവില്ല എന്ന് വിചാരിച്ചാൽ മതി അപ്പൊ
ഒന്നിക്ക് ഭൂമിൻ്റെ ആഴത്തിലേക്ക് തുരങ്കത്തിലേക്ക് പോയിട്ട് ഒരു കാലത്ത് കൊണ്ട് കൊടുക്കുന്ന പിന്നെ കയ്യോങ്കിൽ എന്നുവെച്ചാൽ അവർ അത്രയും കൊള്ളരുതാത്തവരാണെന്ന് അർത്ഥം. എന്നാണ് തങ്ങളാ ബുദ്ധിമുട്ടാക്കലല്ല, അതാക്കൂലല്ലോ, അള്ളാന്റെ ഹബീബല്ലേ. അതാണ് ആ ഉസുല്ലമം ഫിസ്സമാണ്. എന്നിട്ട് ഫതഅതിയഹും ബിആയ വലൗ ശാ അല്ലാഹു ലജമഅഹും അലൽ ഹുദാ ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ. നമ്മൾ നഫക്കിന്റെ കലിമത്ത് പറയാൻ പറഞ്ഞതേയുള്ളൂ. അപ്പൊ ഇസ്ലാമാകുന്ന മാളത്തെ കയറി ഒളിച്ചിട്ടെന്താകും, ആരും കാണാത്ത മതിയാക്കുന്നത്. അതാണ് ഉള്ളിലുള്ള ഒരു ഒരു മാളത്തെ കയറിയിട്ട് ഒരാളെന്താക്കുക ഒളിപ്പിക്കാൻ കഴിയുമല്ല എന്നതുപോലെ ഇസ്ലാമിന് ഉള്ളിൽ കയറും. ഉറച്ച് ഇസ്ലാം ഉണ്ടായിട്ടല്ല. വലൻ തജിദ ലഹും നസീറാ, അവർക്ക് മാനിഅൻ യംനഉ അൻഹുൽ അദാബ്, അദാബിനെ തടയുന്ന ഒരു മാനിയെ അവർക്ക് എത്തിക്കൂല എന്ന് പറഞ്ഞു. മുമ്പേ പറഞ്ഞില്ലേ, വിലായത്ത് എന്ന് പറഞ്ഞാൽ വേണ്ടതെല്ലാം കൊടുക്കലാണ്. നസ്ർ എന്ന് പറഞ്ഞാൽ ഉപദ്രവകരമായ കാര്യങ്ങളൊക്കെ തടുക്കലാണ്. ഇത് നസ്ർ. റബ്ബ് ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാൽ വിലായത്തുൽ നസ്റു എന്ന് പറയും. അപ്പൊ അതിന് ഇന്ന സിഫാത്ത് ലാസിമാകും. കാരണം ഓരോരുത്തർക്കും വേണ്ടത് എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഓരോ അവസരത്തിലും വേണ്ടത് എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഓരോരുത്തരെയും ഉപദ്രവമാക്കുന്ന സാധനം എന്താണെന്നറിയണം. പാമ്പ് എന്നുള്ളത് ഒരു മനുഷ്യന് ഉപദ്രവമായി തോന്നുകയാണെങ്കിൽ കീരിക്ക് ഉപദ്രവം, അതിന് ഭക്ഷണമില്ലേ? പൂച്ചക്ക് ഭക്ഷണമില്ലത്, അതിനുണ്ടാ വെല്ലടങ്ങറും വരുന്നു. അപ്പോൾ ഒരാൾക്ക് ഉപദ്രവം എന്താണ് മറ്റേ ഉപദ്രവമായിട്ടുള്ളന്നില്ല. ഓരോന്നിനും അപ്പം തോന്നണം ഇൽമുലാസിമാണ്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുതിർത്തും പോകണം. അപ്പൊ റബ്ബ് എന്നുള്ളത് വിലായത്ത് നസ്രാക്കി ഓഹരി വെച്ചാൽ വിലായത്തുൽ നസ്റിനും ഇൽമും കുതിരത്തും ലാസിമാണ്. അതോടൊപ്പം തന്നെ ആ കൊടുക്കപ്പെടുന്ന വ്യക്തിയോട് എന്താക്കണം, കാരുണ്യം വേണം, റഹ്മത്ത് വേണം. അല്ലെങ്കിലോ ഒരാടെ പട്ടിനെടുത്ത് ഞാൻ അതിനെടുക്കുന്നു, ഞാൻ കനിയല്ലേ, എനിക്കെന്തിനാ കൂതരം നടക്കേണ്ട ആവശ്യം എന്ന് ചോദിച്ചു നിൽക്കാല. അപ്പൊ ഇത്തരം സിഫാത്ത് ലാസിമാകുന്നുണ്ട്. അപ്പൊ റബ്ബ് എന്നുള്ള രണ്ടക്ഷരേ ഉള്ളെങ്കിലും എല്ലാവർക്കും പറയാൻ പറ്റും. അതിന് കെട്ടയച്ച 10 സിഫാത്തിന്റെ മജ്മുആണ് ഇത് റബ്ബ് എന്നുള്ള സാധനം. അപ്പൊ നമ്മൾ പണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. വയുഖ്രിജുഹും മിനദ്ദർകിൽ അസ്ഫലി മിനന്നാർ. ആ നസീർ വന്നിട്ട് ആ നരകത്തിൽ അടിത്തട്ടിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ പറ്റുന്ന ഒരു നസീറും അവിടെ ഉണ്ടാവില്ല. ഇനി പറയുന്ന ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വഖലസൂ ദീനഹും ലില്ലാഹ് ഫഉലൈക മഅൽ മുഅ്മിനീൻ. അപ്പം നിഫാഖിനെ തൊട്ട് തൗബ ചെയ്ത്, അപ്പം ഇല്ലല്ലദീന താബൂ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിസ്നാഉ മിനൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളിൽ ഇസ്തിസ്ന ചെയ്താണ്. അപ്പം മുത്തസിലായി. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ആദത്തിൽ പെട്ടതിൽ നിന്ന് തന്നെ ഒഴിവാക്കിയാണ് മുത്തസിൽ എന്ന് പറയുന്നത്. അപ്പൊ അവർ തൗബ വന്ന് വഅസ്ലഹു, അവരുടെ പ്രവർത്തനം അവിടുന്ന് അങ്ങോട്ട് നന്നാക്കി. അതായത് മാ അഫ്സദൂ മിൻ അഹ്വാലിഹിം മിൻ ഹാലിൻ നിഫാഖ്, നിഫാഖിന്റെ ഹാലിനാൽ മുമ്പ് മോശമാക്കിയതെല്ലാം അവരെന്താക്കി, ഇസ്ലാഹാക്കി മാറ്റി. വഅതസമൂ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കൊണ്ട് മുറുകെ പിടിച്ചു. വതമസ്സകൂ ബിദീനിഹി, അള്ളാഹിന്റെ ദീൻ കൊണ്ടും തൗഹീദ് കൊണ്ടും മുറുകെ പിടിക്കലാണ്. അള്ളാഹിനെ കൊണ്ട് പിടിക്കുന്നത് അള്ളാഹിനെ അതല്ലല്ലോ. ഖുർആനെ മുറുകെ പിടിച്ചോന്ന് പറഞ്ഞാൽ അതല്ലല്ലോ അതിന്റെ അർത്ഥം. ഇനി വഅഖ്ലസൂ ദീനഹും, അവരുടെ ദീനിനെയാക്കി ഖാലിസൻ ലില്ലാഹി, അല്ലാഹു തആലക്ക് ഖാലിസാക്കാം. ദുന്യാവിയായ കാലം ലാഭം കിട്ടണം, ദുന്യാവിൽ നിന്ന് രക്ഷപ്പെടണം, എന്നിട്ട് കാലം സുഖമായിട്ട് കഴിയണം. അവർക്ക് ഇപ്പോൾ നല്ല ആളായി, ഇവിടേക്കും നല്ല ആളായി. അപ്പം ഇഖ്ലാസ് പോയി. അപ്പം എത്രണ്ണം വേണം? താബു, അസ്ലഹു, വഅതസമു, അഖ്ലസു. ഈ 4 ചെയ്താൽ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാം. അള്ളാഹുവിന്റെ ത്വാഅത്ത് കൊണ്ട് അള്ളാഹിന്റെ വജ്ഹിനെ അല്ലാണ്ട് അവർ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വന്ന ഫഉലൈക മഅൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളോടൊപ്പമുള്ളവരാണ്. ഉലൈക എന്നുനാരി അൽ മൗസൂഫൂന ബിമാ ദുകിറ മിന സിഫാത്തിൽ ഹമീദ, സ്തുത്യർഹമായ 4 സിഫാത്ത് പറഞ്ഞു. ഒന്ന് താബു. ആ താബു എന്ന് പറഞ്ഞാൽ കള്ളാസ് വായിക്കലുമല്ല. ഈ കള്ളാസ് കൈയും പിടിച്ച് എല്ലാവർക്കും കയറി വായിച്ചു കൊടുക്കുമെന്നൊരു വലിയ പോലീസായിട്ട് എഴുതിയിന്. ഒരു മദ്ഹ പറയുന്ന ഒരു പോലീസ് പറയുന്ന ബുക്കുണ്ട്. അയാൾ എന്താക്കും പോലും
എല്ലാ വീട്ടിലും പഞ്ചസിന് കള്ളാസ് എടുത്തിട്ട് പറഞ്ഞിരിക്കുക ഞാൻ തോബ ചെയ്താൽ അതാ തോബ. അപ്പോൾ അത് മാത്രമല്ല അസ്തഹ് വേണം. മൂന്നാമത്തേതോ മുഅ്തസമു ബില്ലാഹി വേണം, അവർ ഇഖ്ലാസും വേണം. എന്നാൽ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ കൂട്ടാം. ഐ മഅഹും, ആരോടൊപ്പം, ഫി ദറജാത്തിൽ ആലിയത്തി മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഉന്നതമായ ദർജയിൽ മുഅ്മിനീങ്ങളോടൊപ്പം ഓർക്കും കഴിയാം. അപ്പോൾ ദർക്കിപ്പോയി. ലാ യളുറുഹും നിഫാഖു സാബിഖ്, മുമ്പ് നിഫാഖ് സംഭവിച്ചത് ഇവർ ചെയ്യൂല. വഖദ് ബയ്യന ദാലിക ബിഖൗലിഹി, അത് അല്ലാഹു തആല വെളിവാക്കി. ഇത് തൊട്ടപ്രദ വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അളീമാ ഇല്ലല്ലദീന താബൂ എന്ന് പറഞ്ഞ ശേഷം ഹുക്മ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് താബൂ അസ്ലഹു വഅതസമു അഖ്ലസു ചെയ്താൽ എന്ത് കിട്ടുമെന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല. അതിനാണ് വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളൊപ്പം കൂട്ടുക എന്നാണ് പറഞ്ഞിട്ട് മുഅ്മിനീങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അപ്പുറം പറയാം. അപ്പം ശരിയായില്ലേ? അജ്റുൻ അദീം കൊടുക്കും. ലാ എന്താണ് അജ്റുൻ അദീം? ലാ യുഖാദിറു ഖദ്റുഹു, അതിൻ്റെ ഖദർ വർണ്ണിക്കാൻ കഴിയൂല. പിന്നെ ഫൈശാരികൂനഹും ഫീഹി വൈസാഹിമൂനഹും, മുഅ്മിനീങ്ങളോടൊപ്പം അവർക്കുന്നുണ്ട് ആ പ്രതിഫലത്തിൽ മുശാറക്കത്തുണ്ട്. അപ്പം സൗഫാന്ന് സാധാരണ പിറകെ എന്ന അർത്ഥത്തിനാണ് പറയല്. അതെല്ലക്കിലല്ല, ചിലതിൽ ഉറപ്പിന് വേണ്ടി പറയും. കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അതാ വസൗഫ എന്നുള്ളത് കലിമത്തു തർജിഅത്തിൻ വഇത്മാഇൻ, ആഗ്രഹം വെപ്പിക്കുവാനുള്ള കലിമത്താണ്. അത് അല്ലാഹ് പറഞ്ഞാൽ അത് തഹ്ഖീഖായിരിക്കും. അതാ വഹിയ മിനല്ലാഹി തആല സുബ്ഹാനഹു വ തആല ഈജാബ് എന്ന് നടപ്പിൽ വരും എന്ന്, അല്ലാണ്ട് അള്ളാഹ്ക്ക് വാജിബ് എന്നല്ല. അള്ളാഹ്ക്ക് വാജിബില്ല, ഇരുപസിഫത്ത് അല്ല. അപ്പം അത് ശറയ്യായ വുജൂബല്ല, അഖലിയായ വുജൂബാണ്. അഖീദയിൽ എണ്ണല് തലബുൻ ജാസിമ്, അത് ഒഴിച്ചാൽ എന്താക്കും, ശിക്ഷ കിട്ടും എന്ന തരത്തിലുള്ള തലബുൻ ജാസിമ് എന്നുള്ള മാനാക്ക് വുജൂബ് ഫിഖ്ഹിലാണ്. അഖീദയിലോ പറയുന്നത് അല്ലാഹു തആലക്ക് വാജിബാണ് എന്ന് പറഞ്ഞാൽ അഖലിയായ വുജൂബാണ്. എന്നുവെച്ചാൽ അതില്ല എന്ന് പറഞ്ഞാൽ അഖൽ സമ്മതിക്കൂല. ഫിഖ്ഹിയാത്തിൽ മുംകിനായിരിക്കും. അപ്പോൾ ഓരോ ബാബ് മാറുമ്പോൾ അതിൻ്റെ ഇസ്തിലാഹും മാറും. ഹംല് എന്ന് പറഞ്ഞു ഒരു ഇന്റർവ്യൂ പരീക്ഷ എടുത്തപ്പോൾ ഹംല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭം എന്ന് അർത്ഥം പറഞ്ഞു. ശരിയാണ്. മൗലാത്തുല്ലഹമാല് അജലഹുന്ന അയ്യലായന ഹംലഹുന്ന, ഗർഭം ശരിയാണ്. പക്ഷെ നമ്മളെ ഫീൽഡിൽ ഹംല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മുബത്തത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നാട്ടിയിട്ട് അതിൻ്റെ മുകളിലെന്തല്ലോ വെച്ച് കിട്ടുക. അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ സംഘടനക്കാർ പറയുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ എന്താക്കും പോലീസായിട്ട് കുറേ വെച്ച് കിട്ടു. പക്ഷെ ദമ്മായിട്ടും വെച്ച് കിട്ടു. അത് ഇയാളെല്ലാം വഹിച്ചോളണം. അപ്പം എന്താക്കി അപ്പണിക്ക് ഹംലെന്ന് വരുമല്ലോ അല്ലേ? അതേ അവസരത്തിൽ മീക്കാത്തിലേക്ക് ഹംലെന്ന് പറഞ്ഞാൽ മേഡെന്നാണ്. മേടം ഇതിനും കർക്കിടം എന്ന് പറഞ്ഞില്ല, 12 ഉണ്ടെന്ന്. അഫലാക്കിലേക്ക് പോയാൽ ഹംല എന്ന് പറഞ്ഞാൽ അപ്പൊ ഈജാബ് അള്ളാഹ്ക്ക് വാജിബ് എന്ന അർത്ഥത്തിനല്ല, അത് നിർബന്ധമായും നടന്ന് അല്ലാഹു തആല ഒരു സംഗതി പറഞ്ഞാൽ അത് നടക്കും എന്നർത്ഥം. ലിഅന്നഹു അക്രമുൽ അക്രമീൻ, അല്ലാഹു തആല അക്രമുൽ അക്രമീനാണ്. വഅദുൽ കരീമി ഇൻജാദുൻ, കരീമായ ഒരുത്തൻ വഅദ ചെയ്താൽ അത് നടപ്പിൽ വരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ കൊടുക്കുന്ന ഉറപ്പ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്താക്കും? തീർച്ചയായിട്ടെന്ന് പറയും തൗക്കീദിന്. ഇനി മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും, നിങ്ങൾക്ക് ഈമാനും ശുക്റും ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾ എന്തിനാ ശിക്ഷിക്കേണ്ട ആവശ്യമുള്ളത്? വെറുതെ അങ്ങനെ അതാവർക്കല. നിങ്ങൾക്ക് ശുക്റും ആ ഈമാനും ഉണ്ടെങ്കിൽ അള്ളാഹ് എന്തിനാ നിങ്ങൾ അദാബ് ചെയ്യേണ്ട ആവശ്യം എന്നാണ് അള്ളാഹ്ക്ക് അതിനെ കൊണ്ട് ആവശ്യം. അതാ മാ എന്നുള്ളത് ഇസ്തിഫഹാം വന്നവിടെ. മാവറിലെ 33 മാണ്ട് എന്ന് പറഞ്ഞില്ലേ? ഇസ്തിഫഹാം ഉണ്ടാകും, മൗസൂലി ഉണ്ടാകും, ലർഫി ഉണ്ടാകും, മസ്ദരി ഉണ്ടാകും, പലതുണ്ട്. ഇവിടെ ഏതാണ്? ഇസ്തിഫഹാമാണ്. ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യം. പക്ഷെ അള്ളാഹ് എന്തിനാ ഉത്തരം? അപ്പം എന്താക്കും? ബിമാനൻ നഫി, നഫീന്റെ മാനൊക്കെ
അയ്യു ഷൈഇന്റെ മാന. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം തിരിച്ചു പറയലല്ല, ഇങ്ങനെ കണ്ടിച്ചു. ഞാൻ വന്ന് പുയ്യാപ്പള്ളി ഇങ്ങനെ എത്തി, അമ്മോച്ചൻ ഇങ്ങനെ എത്തി, കൈ പിടിച്ച് സബത്തൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഓരോ ഉദ്ദേശം അതല്ല. അതെ, ആ ഓട്ടോറിക്ഷ അവിടെ ബാജാട്ടൊരു സ്ഥലത്തുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെ പോയി? അവൻ ഓരോ ഓട്ടോറിക്ഷ ഉണ്ടായിട്ട് അതിൽ കയറി. ഓൻ്റെ ചോദ്യം അതല്ല, നിങ്ങൾ നമ്മളെ പാർട്ടിയിലാണെങ്കിൽ ആ പാർട്ടി സ്ഥലത്തിന് പോയി. അതാ നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹ് എന്താ നേടാനുണ്ട്? അപ്പൊ എന്താ, വെറുതെ ശിക്ഷിക്കൂല. നിങ്ങളിൽ എന്തുണ്ട്? ശുക്റുണ്ട്, ഈമാനുണ്ട്. അള്ളാഹിന്റെ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ശിക്ഷിക്കുന്നത് വെറുതെ? അല്ലെങ്കിലോ പകപോക്കലാണോ ഉദ്ദേശം? അതൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഭരിക്കലാണോ ലക്ഷ്യം? അല്ലെങ്കിൽ ഒരു ലററ് തടുക്കലാണോ ഉദ്ദേശം? ഇതൊന്നും അല്ലാക്കില്ല. അല്ലാഹു തആല ചെയ്യൂല ഇത് ബിഅദാബിൽ മുഅ്മിനി. ഒരു മുഅ്മിനെ അദാബ് ചെയ്താൽ എന്തിന്റെ മാന? വആമൻതു അപ്പുറം പറഞ്ഞിട്ടുണ്ട്. ആ ഷാക്കിറിന്റെ ആയതാണ് ഇൻ ശക്കർതു വന്നു. അന്നേരം ആയത്തിൽ ഇൻ ശക്കർതു വആമൻതു വന്നു. പക്ഷെ മൂപ്പർ പറയും എന്താക്കി? ഗൈറു മുറത്തബാക്കി. എന്തുകൊണ്ടാണ്? ശുക്റിന്റെ മുമ്പ് ഈമാനല്ലേ വേണ്ടി. ഇത് അത് മനുമങ്ങളെന്നെ കൊടുത്തു. ഏത് ഹാജാത്തിനെ തൊട്ടും അതിൽപ്പെട്ടാണ് ഏത്? ഒന്നുകിൽ ദേഷ്യം തണുപ്പിക്കല്, അല്ലെങ്കിലോ മറ്റേ പ്രതികാരം എടുക്കല്, അതുമല്ലെങ്കിലോ ഒരു നഫ്ഇനെ ഭരിക്കല്, അല്ലെങ്കിൽ നിറണ്ണ തടുക്കൽ. ഇങ്ങനത്തെ ഒന്നും ഒരു ഹാജാത്തും അല്ലാഹു തആലക്ക് ഉണ്ട്. മുനസ്സഹുൻ അൻ ജൽബിൽ മൻഫഅതി വദഫ്ഇൽ മളറ വൽ മഖ്സൂദു. ഈ ആയത്തുണ്ടെന്ന് ഹംലുൽ മുകല്ലഫീന അലൽ ഈമാൻ. കണ്ടോ? ഒരു മുകല്ലഫീങ്ങളിൽപ്പെട്ട ആളുകളെ ഈമാനിന്റെ മേൽ പ്രേരിപ്പിക്കലാണ് ഈ ആയത്ത്. നിങ്ങൾക്ക് ഈമാനും ശുക്റും ഉണ്ടെങ്കിൽ അള്ളാഹ് ഒരു തരത്തിലുള്ള അദാബ് നിങ്ങൾ ചെയ്യൂല. ചെയ്തിട്ട് അള്ളാഹ് എന്താ കിട്ടേണ്ടെന്നല്ലേ ഇരിക്കുന്നത്. അതെന്താ ഫീലി ത്വാഅത്ത് ശുക്റിലേക്ക്. വൽ ഇഹ്തിറാസി അനിൽ ഖബീഹി വ തർക്കിൽ മുൻകറാത്ത്. അതുപോലെ കബീഹിനെ തൊട്ട് കാത്തു സൂക്ഷിക്കൽ, മുൻകറാത്തിനെ ഉപേക്ഷിക്കൽ, ഇതൊക്കെയാണ് ശുക്റിന്റെ ഭാഗങ്ങൾ. അപ്പൊ ഫകാന്നഹു ഖീല, അപ്പൊ ഏത് ശക്തായി? ഇൻ അതൈതുമുൽ ഹസനാതി വതറക്തുമുൽ മുൻകറാതി. നിങ്ങൾ ഹസനാത്തിനെ കൊണ്ടുവന്നു മുൻകറാത്തിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരായി നിന്നാൽ ഫകൈഫ യലീഖു ബികറമിഹി അൻ യുഅദിബകും. നിങ്ങളെ ശിക്ഷിക്കൽ എന്നുള്ള അള്ളാഹിന്റെ കറമിന് യോജിക്കൂലല്ലോ. എന്തുകൊണ്ട്? അവന്റെ ഇബാദിനെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്റെ അധികാരം ഏറാനുണ്ട. കബീഹായ പ്രവർത്തനത്തിന്റെ മേലിൽ ശിക്ഷ അങ്ങോട്ട് ഒഴിവാക്കിയാൽ സുൽത്താനൊട്ട് കുറയൂലല്ല. പറയാനുള്ള കുറയാനുള്ള അള്ളാഹു തന്നെ. വകാന അല്ലാഹു ശാകിറൻ അലീമാ. അല്ലാഹു തആല ഷാക്കിർ എന്ന് പറഞ്ഞാൽ എന്താന്ന്? അള്ളാഹ്ക്കാരുടെ ശുക്ർ ചെയ്യേണ്ടി അവന്റെ ഇബാദിന് എന്താക്കും? പ്രതിഫലം കൊടുക്കൽ എന്ന അർത്ഥത്തിനാണ്. അതാണ് എന്താക്കിയത്? റാദിയൻ ബിൽ യസീരി മിൻ ത്വാഅത്തിൻ ഇബാദിഹി. അവന്റെ ഇബാദിന്റെ ത്വാഅത്തിൽ നിന്ന് കുറഞ്ഞത് കൊണ്ട് അവൻ പൊരുത്തപ്പെടുന്നുണ്ട്. ഒരു വലിയ കൂലിയും കൊടുക്കും. ഒറ്റ സലാത്തില്ല 10 റഹ്മത്തുകൾ നടക്കാം. അല്ല സലാത്തം വാഹിദത്തിന് ദഗീതമുണ്ടാകും. അല്ലാഹു തആല ഷാക്കിറാണ്. പിന്നെ അലീമൻ ബിഹഖി ശുക്രിക്കും വ ഈമാനിക്കും. നിങ്ങൾ ചെയ്ത ശുക്റിന്റെ ഹക്ക് എന്താണ്? ഈമാന്റെ ഹക്ക് എന്താണ്? അല്ലാഹു തആല അങ്ങനെ എന്താ കൊടുക്കണമെന്നുള്ളത്. ഫയസ്തഹീലു അല്ലാ യൂഫിയക്കും ഉജൂറക്കും. നിങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ച പ്രതിഫലം പൂർത്തിയാക്കാതെ നിൽക്കുക എന്നുള്ളത് അല്ലാഹു തആലക്ക് മുസ്തഹീലാണ്.
അതുകൊണ്ട് ഫഅലൽ അബ്ദി അൻ യശ്കുറ റബ്ബഹു, അബ്ദ് ചെയ്യേണ്ട പണി അല്ലാഹു തആലാക്ക് ശുക്ർ ചെയ്യുക. ഫബിശ്ശുക്രി വൽ ഈമാൻ യതഖല്ലസുൽ മർഉ മിനൻ നീറാൻ, ശുക്ർ കൊണ്ടും ഈമാൻ കൊണ്ടും എന്താകും, നരകത്തിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടും. വഇല്ല, അത് രണ്ടും ഇല്ലേ, ഫഖദ് അർള നഫ്സഹു ലിൽ അദാബ്, അദാബിന് വേണ്ടി അവനെ നഫ്സിനെ ഒന്നെ എന്താക്കി അവതരിപ്പിച്ചളയും. വസ്തഹഖൽ ഹവാന വൽ ഇതാബ്, അല്ലാഹുവിൻ്റെ ആക്ഷേപത്തിനും അവൻ നിസ്സാരതക്കും അവനെന്തായി, അവകാശിയായി മാറി. വജ്ഹു തഅദീബി അന്ന തഅദീബ ഫിൽ ഹിക്മത്തി വാജിബുൻ. കേട്ടോ, അപ്പം ഫഖലഖല്ലാഹു തആല അൻ-നാറ ലിയഅലമൽ ഖൽഖ ഖദ്റ ജലാലില്ലാഹി വ കിബ്രിയാഇഹി. അപ്പം തഅദീബിൻ്റെ വജ്ഹ് എന്താ, നീ കൊണ്ടൊന്നും നേടാനില്ല എന്നല്ലേ പറഞ്ഞേ. തഅദീബിൻ്റെ വജ്ഹ് ബടി കണ്ടാലേ എന്താവും, അനുസരണം ഉണ്ടാവും. ബടിയും ശിക്ഷ ഉണ്ടെങ്കിൽ ആരും അനുസരിക്കാൻ തയ്യാറില്ലാവില്ല. അന്ന തഅദീബ ഫിൽ ഹിക്മത്തി വാജിബുൻ. കേട്ടാ, തഅദീബ് എന്നുള്ളത് ഹിക്മത്ത് പ്രകാരം വന്ന വാജിബാണ്, അള്ളാഹ്ക്ക് വാജിബ് ഉണ്ടായിട്ടല്ല. ഫഖലഖല്ലാഹു അൻ-നാറ ലിയഅലമൽ ഖൽഖു ഖദ്റ ജലാലില്ലാഹി വ കിബ്രിയാഇഹി. അതുകൊണ്ട് നരകത്തിന് അല്ലാഹു തആല പടച്ചത് പടപ്പുകൾ അറിയണം, അള്ളാഹുവിൻ്റെ ജലാലും അവൻ്റെ കിബ്രിയാവും അറിയണം. ചിലർക്ക് മഹബത്ത് കൊണ്ട് പണിയെടുക്കും, അവർക്ക് പടിയും കുത്തും ഒന്നും വേണ്ട. ചിലർക്ക് പടി കണ്ടാലേ പണിയെടുക്കുള്ളൂ. വലിയകൂനു അലാ ഹൈബത്തിൻ വഖൗഫിൻ മിൻ സുൻഇ ജലാലിഹി, അവൻ്റെ ജലാലായ പ്രവർത്തനത്തിന് തൊട്ട് എപ്പോഴും പേടിയും ആ ഭയപ്പാടും ഉണ്ടാകാൻ വേണ്ടിയാണ്. വയുഅദ്ദിബ ബിഹാ മൻ ലം യതഅദ്ദബ ബിതഅദീബി റുസുലിഹി ഇലാ ഖൽഖിഹി, പടപ്പുകളെ കൊണ്ട് അയക്കപ്പെട്ട മുർസലീങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അത് സ്വീകരിക്കാതെ കുരുത്തക്കേട് കാട്ടിയാലാന്നെന്താക്കുന്നത്, അല്ലാഹു തആല അദാബിലേക്ക് നീങ്ങുന്നു. ആദ്യം ആളെ അയച്ചിട്ടുണ്ട്, ഓറെ വൈപ്പെട്ടു, ഓറ് പറഞ്ഞ പോലെ കേട്ടോ, ഓർക്ക് നല്ല മഹാസിനുള്ള അഖ്ലാഖും ദീഫ്ക്കും ലീനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളത് എന്നിട്ടും പാഠം പഠിക്കാത്ത ആളെന്താക്കാലോ ഒരു അതബ് കൊടുപ്പിക്കണം. വലിയത്തബർ അഹ്ലുൽ അഖ്ലി ബിന്നദരി ഇലൈഹാ ഫിദ്ദുന്യ, അങ്ങനെ അദാബ് കാണുമ്പോൾ അഖലിൻ്റെ അഹലുകാർ അല്ലാഹു ഞങ്ങൾക്കും കിട്ടിപ്പോകോ എന്നെന്താക്കണം, അതിൽ നേച്ചുപാട് പഠിക്കണം. വബിൽ ഇസ്തിമാഇ ലഹാ ഫിൽ ആഖിറ, ആഖിറത്തിലേക്ക് അതിലേക്ക് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ എന്താന്ന്, നരകം പടച്ചു വെച്ചതിൻ്റെയും ശിക്ഷ കൊടുക്കുന്നതിൻ്റെ എല്ലാം ഹിക്മത്തുകളായി എണ്ണിയത്. ഒന്ന് അനിവാര്യമായ വിഷയമാണത്. രണ്ടാമത്തതോ അവൻ്റെ ജലാലും കിബ്രിയാവും അറിയണം, കുരുത്തക്കേട് കാട്ടുന്ന ആൾക്കൊരു പാഠം വേണം എന്നൊക്കെ തന്നെ. അത് തീർന്ന് ഇനി പുതിയൊരു ഹുക്മാ പറയുന്നു. ഈ മോശമായ കൗലുകളെ പരസ്യപ്പെടുത്തി പറയൽ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. രോഗം വിളിച്ചിട്ട് ഇന്നത് പറയണം ഇന്നത് പറയണം എന്നൊക്കെ എഴുതി തരൂലേ, അതൊന്നും അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടില്ല. ഇന്നാൾ ഫുലാന് മുനിഫില അങ്ങനെ എഴുതിട്ടുണ്ട് ഇങ്ങനെ എഴുതിയിട്ടാണ് നിങ്ങളെ കൂലിക്ക് പിടിച്ചെന്ന് പറയല്. അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് കിട്ടി, ആൾ വന്നാൽ എന്താ കൽപ്പിക്കാന്ന് അറിയുന്നില്ല, അതുകൊണ്ട് എന്താക്കും നിങ്ങൾ പരിപാടിക്കില്ല എന്ന് പറയും. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ, ഖൗലിനാലുള്ള സൂ ഉണ്ടല്ലോ, മോശം, അത് അല്ലാഹു തആല ഇഷ്ടപ്പെടൂല, പരസ്യപ്പെടുത്തി പറയുന്നു. അത് ലാ യുഹിബ്ബുൽ ജഹ്റ മിൻ അഹദി, ആരെ മക്കൾ നിന്നും അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെടൂല. സംഘടനക്കാരനായാലും അങ്ങനെ തന്നെ, സംഘടന ചട്ടക്കരിയായാലും അങ്ങനെ തന്നെ. എന്തിന്, ഫീ ഹഖ് ഗൈരിഹി, ഗൈറിൻ്റെ ഹക്കിൽ, ബിസ്സൂഇ, സൂ കൊണ്ട് പരസ്യപ്പെടുത്തൽ അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെടൂല. കായിനം മിനൽ ഖൗൽ, അതിനാ മിനൽ ഖൗലി, ബിസ്സൂഇ മിനൽ ഖൗലി എന്നുള്ളത് സിഫത്താണ്. തിരില്ല, ആ സൂഖ് മിനൽ ഖൗലി, അപ്പം എന്താക്കണം, മിനൽ ഖൗലി സിഫത്താക്കണമെങ്കിൽ കായിനെന്ന് പണ്ടേ കണ്ടില്ലേ, ഒരു കണക്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ജറിൻ്റെ അറിവ് കണക്ഷൻ ചെയ്യാൻ കഴിയില്ല. ആക്രമിക്കപ്പെട്ട വ്യക്തനൊഴികെ, ആക്രമിക്കപ്പെട്ടവൻ എന്താകണം, അന്നെ ഇന്നാൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കേസ് കൊടുക്കുമ്പോൾ എല്ലാം എടുത്തിട്ട് പറയും. അത് ആ സന്ദർഭത്തിലേക്ക് മാത്രം, ഇതിനെ മേയ്ക്കും കെട്ടിയിട്ട് പറയാനുള്ള എന്നത്. ഇല്ല ജഹ്റുൽ മദ്ലൂം, മദ്ലൂമിൻ്റെ ജഹ്റൊഴികെ. കാരണം ഫൈനൽ മദ്ലൂമ ലഹു അൻ യജ്ഹറ ബിറഫ്ഇ സൗതിഹി ബിദ്ദുആഇ അലാ മൻ ളലമഹു, ദുൽമ ചെയ്ത ഒരാൾക്കെതിരെ ദുആ കൊണ്ട് ജഹ്റാക്കാം. ഔ യദ്കറ മാ ഫീഹി മിനസ്സൂ, അവൻ ചെയ്ത സൂഇനെ എടുത്തു പറയാൻ, തളല്ലുമൻ മിൻഹു, അവൻ്റെ അക്രമത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി. പരാതി കൊടുക്കുന്നില്ലേ,
സറക്കമത്തായി എൻ്റെ ചരക്ക് കട്ട് ആ കസബഹു മിന്നി അല്ലെങ്കിൽ എൻ്റെ വെക്കുന്നത് പിടിച്ചു പറിച്ച് എന്നൊക്കെ പറയാം. അത് ഓൻ്റെ ഒരു അവകാശം ആ സന്ദർഭത്തിൽ. എന്നിട്ടാണ് എല്ലാവരും പോയിട്ട് മൈക്ക് കെട്ടിയിൽ ഇങ്ങനെ പറയാം, ജനങ്ങളെ കേൾക്ക്. ഉടനെ പറഞ്ഞ പഞ്ചഫായിദ എന്ന് പറഞ്ഞില്ലേ, 1 ഗീബത്തും നമീമത്തും കേൾക്കാൻ അവസരം കിട്ടും, 2 തുണിങ്ങിപ്പായിങ്ങും, 3 സമയം കൊന്ന് കിട്ടും, 4 ഇക്കാരംഗമാകൂ. അങ്ങനെ പല ഫളായിലുണ്ട്. വകാന അല്ലാഹു സമീഅൻ അലീമാ. ആ മദ്ലൂമിൻ്റെ കലാം അല്ലാഹു തആല കേൾക്കും. അവ ളാലിമിൻ്റെ ഹാലിനെ പറ്റി അല്ലാഹു തആല അറിയും. അതാണിത് 2 സിഫത്ത് പറഞ്ഞു. സമീഅൻ അതിൻ്റെ മുതഅല്ലഖ് കൂട്ടി മദ്ലൂമിൻ്റെ കലാം. എന്തിനാണ് ഇവിടെ കൂട്ടുന്നത്? ഇതാണ് സാഹചര്യം. എന്നിട്ടാണ് സമഅൻ. إن تبدوا خيرا أو تخفوه أو تعفوا عن سوء فإن الله كان عفوا قديرا. നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ ഖൈറൻ എന്തെങ്കിലും ഒരു ഖൈർ, അയ്യ ഖൈരിൻ കാന, എന്ത് ഖൈറാവട്ടെ, മിനൽ അഖ്വാലാവട്ടെ വൽ അഫ്ആലാവട്ടെ, ഔ തുഖ്ഫൂഹു അല രഹസ്യമായി ചെയ്ത് ഖൈറിനെ ഒന്ന് വെളിപ്പെടുത്തി, മറ്റൊന്നോ ഔ തഅഫു അൻ സൂഇൻ അല്ലെങ്കിൽ ഒരു സൂഇനെ തൊട്ട് മാപ്പ് കൊടുത്ത്, അല്ലേ? ദിക്റു ഇബ്ദാഇൽ ഖൈരി വ ഇഖ്ഫാഇഹി തംഹീദുൻ വ തൗഅത്തിയത്തുൻ ലിൽ അഫ്വി. ഈ കലാമിൽ ഖൈർ വെളിപ്പെടുത്തി ഖൈർ മുളിപ്പിച്ച് വെച്ചു, എന്നിട്ടാണ് സൂഇനെ തൊട്ട് മാപ്പ് കൊടുക്കൽ പറയുന്നത്. ഈ സൂഇനെ തൊട്ട് മാപ്പ് കൊടുക്കലാണ് നമ്മളെ കലാമിലുള്ള മഖ്സൂദ്. അപ്പൊ പൊരുത്തപ്പെട്ട അഭിനന്ദ വേണ്ട, പബ്ലിക്കായിട്ട് കേസ് കൊടുക്കാനും ജഹറാക്കാനും പോണ്ട, അടുത്ത്. അപ്പം ആ തഅഫു അൻ സൂഇ മഖ്സൂദിലേക്ക് എത്താൻ വേണ്ടി എന്താക്കിയെന്ന് ഖൈർ എന്താക്കി വെളിപ്പെടുത്തി ഒളിപ്പിച്ചു എന്നുള്ള ഒരു മുഖദ്ദിമാടെ വെച്ച്. അതാ പറയുന്നത് ദിക്റു ഇബ്ദാഇൽ ഖൈരി, ഖൈറിനെ വെളിപ്പെടുത്തലിനെ പറ്റി ആദ്യം പറഞ്ഞു. ഇൻ തുബ്ദു വ ഇഖ്ഫാഇഹി ഔ തുഖ്ഫൂഹു എന്നും പറഞ്ഞു. അത് തംഹീദുൻ, അത് ഒരു മുഖദ്ദിമ സ്ഥാപിക്കലാണ്. വ തൗഅത്തിയത്തുൽ ലിൽ തേശം പറയാവുന്ന അഫബിലേക്ക് കടക്കാനുള്ള പാഠം വെക്കലാണ്. യദുല്ലു അലൈഹി, കാരണം അതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഫഇന്നല്ലാഹ കാന അഫുവൻ ഖദീറാ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ അറിയിക്കും. എന്താണത്? ഫഇന്ന ഇറാദഹു യദുല്ലു അലാ അന്നൽ ഉംദത ഹുവൽ അഫ്വു മഅൽ ഖുദ്റ. ശിക്ഷിക്കാനും കേസ് കൊടുക്കാനൊക്കെ കഴിവുള്ളപ്പം തന്നെ അഫുവാണ് നല്ലത് എന്ന് കാണിക്കാനാണ്. അവിടെ അല്ലാഹു തആല അഫുവാണ്, അതോടൊപ്പം ഖദീറുമാണ് എന്നല്ല പറഞ്ഞു. അൽഹംദുലില്ലാഹി അലാ ഹിൽമിഹി ബഅദ ഇൽമിഹി വഅലാ അഫ്വിഹി ബഅദ ഖുദ്റതി. ദലായിൽ ഖൈറാത്തിലുണ്ട്, ചൊവ്വാഴ്ചയൊക്കെ നോക്കിയാൽ അൽഹംദുലില്ലാഹി അലാ അഫ്വിഹി, അല്ല എന്തല്ല അലാ ഹിൽമിഹി ബഅദ ഇൽമിഹി വഅലാ അഫ്വിഹി ബഅദ ഖുദ്റതി. ഈ അബ്ദ് എന്തൊക്കെ പ്രവർത്തിച്ചു എന്നെല്ലാം അല്ലാഹു തആലാക്ക് അറിയാം. ആ ഇൽമുള്ളൊപ്പം തന്നെ എന്താക്കണേ, ഇൽമു കൊണ്ടെന്താക്കുന്ന അദാബിനെ ബന്ധിച്ചിടുന്നു. അവിടെ അതൊക്കെ പരിഷ്കാരമുണ്ട്. ഹിൽമിഹി ബഅദ ഇൽമിഹി വായനകിരുന്നില്ല. വഅലാ അഫ്വിഹി ബഅദ ഖുദ്റതിഹി, ശിക്ഷിക്കാനുള്ള കഴിവിടെ നിലവിലുണ്ട്, അതോടൊപ്പം തന്നെ അഫ്വും ചെയ്യുന്നുണ്ട്. അതല്ലേ കുടിക്കുന്നത്. കാനല്ലാഹു അഫ്വാണ്, ഖദീനെ ശിക്ഷിക്കാനുള്ള കഴിവുള്ളവനുമാണ്. അപ്പൊ അല്ലാഹു തആല അഫ്വ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് അഫ്വ് ചെയ്തൂടെ? അപ്പൊ നിങ്ങൾ രഹസ്യമായി ചെയ്താലും പരസ്യമായി ചെയ്താലും അല്ലാഹ് അറിയുന്നുണ്ടല്ലോ. അതിനാണ് എന്താക്കിയ ഇൻ തുബ്ദു ഖൈറൻ ഔ തുഖ്ഫു. മനസ്സിലായി നമ്മൾ. അപ്പൊ ഐ കാന മുബാലിഗൻ ഫിൽ അഫ്വി അനിൽ ലുസാത്ത്, ദോഷികളെ തൊട്ട് അഫ്വ് ചെയ്യുന്ന വിഷയത്തിൽ അങ്ങേയറ്റം എത്തിയവനാണ്. അതിന് അഫ്വ് എന്നുള്ളത് ഫഊൽ വസനാണ്. അഫൂവ് എന്നാണ് ഉണ്ടായത്. അഫായ അതിന്റെ ഫഊൽ വസന എടുത്തുണ്ടായി അഫൂവ്. അപ്പൊ ഒന്നാമത്തെ വാവിന് എന്താക്കി രണ്ടാമത്തെ ഇദ്ഗാം ചെയ്തു. അപ്പൊ അഫൂവ് എന്നായി. ആ മദ്യായ ബാബാന്ന് ഇദ്ഗാം ചെയ്തേ ദാമൽ ഫീലിൽ. ഖദീറനും എന്ത് തന്നെയാണ്, ഫഈൽ വസ്ലാമ് മുബാലഗ ഉണ്ട്.
മാ കമാലി കുദ്റത്തി, അതിൻ്റെ അർത്ഥം ഖദീറിൻ്റെ മേന. കമാലി കുദ്റത്തി അൽ മുആഖദത്തി വൽ ഇന്തിഖാം, ശിക്ഷിക്കാനും അവനെ പിടികൂടാനും അല്ലാഹു തആല കഴിവ് കാമിലാണ്. എന്നിട്ടും അല്ലാഹു തആല അഫുവല്ലേ, അവൻ നിങ്ങൾക്ക് അതുപോലെ ചെയ്തൂടെ? അന്നും ചോദിക്കുമോ? അത് അറിയുന്നില്ല. നിങ്ങൾ രഹസ്യമായി ചെയ്താലും ശരി പരസ്യമായി ചെയ്താലും ശരി അല്ലാഹു അറിയുമല്ലോ, അറിഞ്ഞവനല്ലേ കൂലി കൊടുക്കുന്നത്. അതെ, ഫഅലൈക്കും അൻ തഖ്തദൂ ബിസുന്നത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ ആ പതിവ് കൊണ്ട് നിങ്ങൾ എന്താക്കണം? പിൻപറ്റണം. വഫിൽ ആയത്തി ഹസ്സുൽ മദ്ലൂമി അലൽ അഫ്വി ബഅദമാ റഖസ ലഹു ഫിൽ ഇന്തിസാരി വൽ ഇന്തിഖാം. ഈ ആയത്തിൽ എന്താ ഉള്ളത്? മദ്ലൂമിനെ പ്രേരിപ്പിക്കുകയാണ്. എന്തുണ്ട്? നീ മാപ്പ് കൊടുക്കണം, അതോടൊപ്പം എനിക്ക് കേസ് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? റുഖ്സയാണ്. ആ പാടെന്തായി? ശരീഅത്തും വന്ന് തരീഖത്തും വന്നു. ഏത് മാനാക്കുള്ള ശരീഅത്ത്? അള്ളാഹുവിനെ മുഴുവൻ അഹ്കാമുകളും ഉൾക്കൊള്ളുന്ന ആമ്മ ശരീഅത്ത് എന്ന് പറയുന്നത് രണ്ടുമായിട്ട് പെട്ടിട്ടുണ്ട്. അതായത് സോഫിയാക്കൾ ശരീഅത്തിനെയും തരീഖത്തിനെയും മോഹരി വെച്ചിട്ട് മക്കാരിമുൽ അഖ്ലാഖിന് മുൻതൂക്കം കൊണ്ടിട്ട് കൊടുക്കുന്ന ആ തരീഖത്തും നഫ്സിന്റെ ആനുകൂല്യങ്ങൾ എടുക്കുന്ന രൂപത്തിലുള്ള ശരീഅത്തും തമ്മിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഹസ്സുൽ മദ്ലൂമി അലൽ അഫ്വി തരീഖത്താണ്. ആരെ തരീഖത്ത് ചോദിക്കണ്ട, ആരെയും ചോദിക്കണ്ട, ഒറ്റ തരീഖത്തേ ഉള്ളൂ. അമിഷാന്ന് മനസ്സിലാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഒറ്റ തരീഖത്തേ ഉള്ളതുകൊണ്ട് അയാൾക്ക് ദഹിക്കാത്തതുകൊണ്ട് ഞാനാ ഭയം പോന്നെന്ന് കൊണ്ട് തിരിയുന്നില്ല. ഞാൻ പറഞ്ഞ ഇന്നാ നോക്ക്, അങ്ങനെ ഇങ്ങോട്ട് വകുപ്പുറം വേറെ ഒരൊറ്റ കമ്പിയാന്ന്, ഇടക്കിടക്ക് തൂണുണ്ടാവും, ഒറ്റ കമ്പിയാവുള്ളൂ. ഞാനിവിടെ കണക്ഷൻ കൊടുത്തിട്ട് എനിക്ക് ബില്ലും വരാറുണ്ട്, ശരീരം കണക്ഷൻ കൊടുത്തിട്ട് ഓനിക്കും ബില്ല് വരാറുണ്ട്. അപ്പം റഹീം വിളിച്ചിട്ടാക്കിയിട്ടുണ്ട് ഇപ്പുറത്തുണ്ട്. അപ്പം ഇവിടെ കുറേ കമ്പിയില്ല, ഒറ്റ കമ്പിയിലെ വിളിച്ചില്ല, ഒറ്റ ലൈനാണ്. അതിന് തിരിയുന്നില്ലെങ്കിൽ തിരിയണ്ട. ആബുദിൻ്റെയും അള്ളാഹുവിൻ്റെ ഇടയിൽ കമ്പി കെട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആരെ കൊടുക്കാൻ നിരക്കുള്ള എല്ലാം കറണ്ടുണ്ട്. അല്ലേ? നിങ്ങൾ ആലോചിച്ചു. ദിഫായുണ്ട്, ഖാദിരിയുണ്ട്, ഷാദിരിയുണ്ട്, ആയിക്കോട്ട്. സലീമിന്റെ ബില്ലുണ്ട്, എൻ്റെ ബില്ല് അപ്പുറം പോകുന്നുണ്ട്, മറ്റേ റഹീമിന്റെ ബില്ല് ഇപ്പുറം പോകുന്നുണ്ട്. ഒറ്റ കമ്പി നിർമ്മിച്ചില്ല. അതെ, ഇപ്പൊ മനസ്സിലായ? ശിക്ഷിക്കാനും നടപടിയെടുക്കാനും റുഖ്സ കൊടുത്തിട്ടുണ്ട്. ആ റുഖ്സ എടുക്കുമ്പോ എന്തായി? ശരീഅത്തായി, ശരീഅത്തനുസരിച്ച് കൊടുക്കാം. അതല്ലേ അല്ലേ? ശരീഅത്താണ്. അതുകൊണ്ട് അതാ എടുക്കാൻ നല്ലതില്ല. അപ്പൊ അല്ലാഹു തആല ശരീഅത്ത് എടുക്കാനാ തരീഖത്ത് എടുക്കാനാ പറയോ? തരീഖത്ത് എടുക്കാൻ. അപ്പൊ ശരീഅത്തോ? അപ്പൊ തരീഖത്ത് എടുക്കുമ്പോ ശരീഅത്ത് ചാടിയില്ലേ? ഇല്ല, രണ്ടും അല്ലാഹുവിന്റെ ഹുക്മാന്ന് ആ ശരീഅത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വലിയ റുത്തുബ് എടുക്കുമ്പോ ചെറിയ ചാടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന്? ചാടലല്ല. അല്ല, തിരണേ കുറച്ച് തലച്ചോറ് പോകണം. അപ്പൊ ഈ നാടിൽ ഇങ്ങനെ ഈ ലയിച്ച് ചേർന്നിട്ട് ഇങ്ങനെ ഹബഖുബിയാന്ന അസീസുലാക്കര വാക്ക് ഹബഖുബിയാന്നാക്കി എന്ന് പറഞ്ഞാൽ കൂടില്ല. രണ്ടെണ്ണം എനിക്ക് വെച്ചാൽ നിന്നിട്ടുണ്ട്. ഒന്ന് റുഖ്സ അടക്കം. പക്ഷെ എന്താണ്? മീസിലാകണോ? അവൻ അപ്പുറത്തേക്ക് കടന്നു പോയെങ്കിൽ ആ കടന്നത് ഇവൻ നാലിമായി തിരിച്ചും വരൂ. വമാ സബറുക ഇല്ലാ ബില്ലാഹ്. അത് ഹഖീഖത്ത്. സബർ എന്ന് പറഞ്ഞാൽ കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ സഹായം വേണം കേട്ടാ. അപ്പൊ നിന്റെ അടുത്തൊന്നുമില്ല, അത് ഹഖീഖത്താണ്. അത് ഹംലൻ അലാ മകാരിമിൽ അഖ്ലാഖിനെ ഇവിടെ ചുമത്താൻ വേണ്ടിയാ. വഅലം അന്നല്ലാഹ സുബ്ഹാനഹു വതആല ലാ യുഹിബ്ബു ഇദ്ഹാറൽ ഫളാഹി വൽ ഖബാഇഹി. ഫളീഹത്താകുന്ന കാര്യങ്ങളും ഖബാഇഹുകളും വെളിപ്പെടുത്താൻ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെടൂല. പക്ഷെ ഒരു റുഖ്സ കൊടുത്തേ, ഒരു മദ്ലൂമുണ്ട്, അവൻ അവകാശം കിട്ടാൻ വേണ്ടി എന്താക്കുക, അർഹതപ്പെട്ട സ്ഥലത്തേക്ക് കേസ് മുറിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അതാണ് ഇല്ലാ ഫി ഹഖി ളാലിമിൻ
ഒരു ലാലിമിൻ്റെ ഹക്കിലൊഴികെ അതുമ ലററുഹു അവൻ്റെ ലററ് വല്ലാണ്ട് കടുപ്പം കൂടിയിട്ടുണ്ട്. വാക്കാസുണ കൈതുഹു മക്കുറു അവൻ്റെ ചതിയും കൈതെല്ലാം വല്ലാണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. പൈസ വാങ്ങി തരൂല എന്നെല്ലാം പറയുന്നു. വാങ്ങിച്ചേ ഇല്ല, വാങ്ങിച്ചേ ഇല്ല. മുസാഫ് പൊടിച്ച് കള്ളസത്യം ചെയ്തില്ലേ, അത് കോടതിയിൽ അതെല്ലാം പെടും ജായിസാണ്. മുസാഫ് പൊടിച്ച് കള്ളസത്യം ചെയ്യാം, അത് കോടതി ജായിസാണ്. ആ കടുപ്പപ്പെട്ട ലാലിമിനെ കുറിച്ചിട്ട് അവന്റെ ഫലാഹി വെളിപ്പെടുത്തൽ ജായിസാണ്. വലിഹാദാ ഖാല അലൈഹിസ്സലാത്തു വസ്സലാം ഉദ്കുറുൽ ഫാസിഖ ബിമാ ഫീഹി, ഫാസിഖിനെ പറ്റി പറയണം അവനിലുള്ളത്. എന്താ ജനങ്ങളെ എന്താക്കണം, അതിൽ പെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കാൻ. അവനൊന്നും അതാണ്. ഇനി ഈ സൂ അധികമുള്ളല്ലോ, കൗലിയാണ് അധികം ഉണ്ടാകുന്നത്. കൗല് കൊണ്ടുള്ള സുവാണ്. കാരണം കൈകാര്യം ചെയ്താൽ ചിലപ്പോൾ കേസെല്ലാം വരൂലേ. അപ്പൊ നമീമത്തോ ഗീബത്തെല്ലാം പറഞ്ഞിട്ടാണ് അധികം നിററുണ്ടാക്കില്ല. ഫൈനൽ ലിസാനാണെങ്കിലോ സഗീറുൽ ജിർമാൻ അല്ലേ, കബീറുൽ ജുർമാൻ. ഒന്ന് ജിയാണ്, ഒന്ന് ജുവാണ്. കുറ്റം വളരെ ഭയങ്കരമാണ്. അതിൽ ഗസാലി ഇമാം പറഞ്ഞത്, അതിന് വലിയ കോട്ട കെട്ടിയിട്ട് 32 പല്ല് കൊണ്ടുണ്ടാക്കി അവനെ അറസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് അറസ്റ്റ് ചെയ്തു. അതിനുള്ളിലാണ് ഇപ്പം മാറാണ്ടിലിപ്പോൾ ഉള്ളത്. അപ്പൊ സഗീറുൽ ജുർമ്, കബീറുൽ ജുർമ്. വഫിൽ ഹദീസ് അൽ ബലാഉ മുവക്കലുൻ ബിൽ മന്തിഖി, ബലാഅ് ഈ സംസാരവുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കാരണം 60 കൊല്ലം കാഫിറായ മനുഷ്യൻ എത്തിക്കാതോടുകൂടെ അഷ്ഹദു അല്ലാ ഇലാഹ പറഞ്ഞാൽ എല്ലാം മാപ്പാക്കിയ സ്വർഗത്തിൽ. ഇതിനെതിരായ ഒരു വാക്ക് പറഞ്ഞ 100 കൊല്ലം ഇബാദത്ത് എടുത്താൽ എല്ലാം പൊളിഞ്ഞു. സബ്ബൈത്തുകാരൻ ഷർത്ത് പ്രകാരം പറഞ്ഞിട്ട് കബിൽത്ത് വരലോടുകൂടി ആണും പെണ്ണും എന്തായി, ഭാര്യയും ഭർത്താവും. അതിനെതിരായ ഒരു വാക്ക് പറഞ്ഞാൽ എല്ലാം പിരിഞ്ഞു. എന്തെല്ലാം ഇവിടെ വന്ന് എല്ലാം നാഗുമലാളിക്കും മന്ദിക്കുമായിട്ടാണ്. യുഹക്ക അന്ന ഇബ്നു സക്കീദ് ജലസമാൽ മുതവക്കിൽ യൗമൻ, മുതവക്കിൽ പണ്ടത്തെ രാജാക്കന്മാർ സ്ഥാനപ്പേരാണ്. ആരിരുന്ന്? ഇബ്നു സക്കീത്ത് എന്ന മഹാന് ആരോടൊപ്പം? മുതവക്കിൽ രാജാവിനോടൊപ്പം ഇരുന്നു. ഫജാഅൽ മുഅ്തസ്സു വൽ മുഅയ്യദു ഇബ്നുൽ മുതവക്കിൽ, മുതവക്കിലിന് 2 മക്കളാണ്. ആര്? ഒന്ന് മുഅ്തസ്സും ഒന്ന് മുഅയ്യദും, രാജാവിൻ്റെ മക്കൾ. ഫഖാല അയ്യുഹ അഹബ്ബു ഇലൈക ഇബ്നായ അമിൽ ഹസൻ വൽ ഹുസൈൻ. അപ്പം ചോദിച്ചെന്താന്ന്, എൻ്റെ 2 മക്കളാണോ അല്ല ഹസനും ഹുസൈനുമാണോ നിങ്ങൾക്ക് ഇഷ്ടം? ആരോട്? ഇബ്നു സക്കീത്തിനോടാ ചോദിക്കുന്നത്. ഖാല വല്ലാഹി ഇന്ന ഖുംബറ ഖാദിമി അലി റളിയല്ലാഹു അൻഹു ഖൈറുൻ മിൻക. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖാദിമിൻ്റെ ഒരു മാടപ്രാവാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പം പിന്നെ മക്കളെ കാര്യം എന്തായിരിക്കും വരേണ്ടത്? അലി റളിയല്ലാഹുവിൻ്റെ മക്കളല്ലേ ഹസനും ഹുസൈനും. അലി റളിയല്ലാഹുവിൻ്റെ ഒരു ഖാദിമാകുക ഒരാൾ. ആ ഖാദിമിൻ്റെ ഒരു മാടപ്രാവുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും വലുത്. ആരെക്കാള്? നിങ്ങളെക്കാൾ. വമിൻ ഇബ്നൈക്ക് 2 മക്കളെക്കാളും. ആരെ? മറ്റേ മുഅ്തസ്സും മുഅയ്യദിനേക്കാളും. അപ്പോൾ അവരെ കൊച്ചാക്കിയില്ലേ? ഇബ്നു സക്കീദിനെ നാവ് മുറിച്ചത്. ഫഖാല സല്ലു ലിസാനഹു മിൻ ഖഫാഹു, നാവ് പിടിച്ചു വലിക്കുക, പിടിച്ചു വലിച്ചിട്ട് ആ തൊണ്ടൻ്റെ അവിടെ തന്നെ മുറിച്ചത്. ഫഫഅലു, അങ്ങനെ ചെയ്ത്. ഫമാത ഇബ്നു സക്കീദ് റളിയല്ലാഹു അൻഹു ഷഹീദായി. വമിനൽ അജബി അന്നഹു അൻഷദ ഖബല ദാലിക ലിൽ മുഅ്തസ്സി വൽ മുഅയ്യദി, അജബിൽപ്പെട്ടതാണ്. ആരോട്? മുഅ്തസ്സിനോടും മുഅയ്യദിനോടും, രാജാവിൻ്റെ 2 മക്കളോട് മൂപ്പർ പാട്ട് പാടി. വക്കാന യുഅല്ലിമുഹുമ, ആ 2 മക്കളെയും പഠിപ്പിക്കുന്ന ആളാണ് ഇബ്നു സക്കീത്ത് ഉസ്താദ്. യുസാബുൽ ഫതാ മിൻ അസ്റത്തിൻ ബിലിസാനിഹി وليس يصاب المرء من عثرة الرجل فعثرته في القول تذهب رأسه وعثرته في الرجل بنا تبرى على مهلين. നല്ലൊരു പാട്ടാണ്. യുസാബുൽ ഫതാ, ഫതാക്ക് എന്താക്കും? മുസീബത്ത് വരും. എന്തുകൊണ്ട്?
മിൻ അസ്റത്തിൻ ബിലിസാനിഹി, നാവ് കൊണ്ട് പറഞ്ഞ ഒരു പിഴവിനാൽ. ഇപ്പോൾ മൂപ്പർ കൊല്ലപ്പെട്ടില്ലേ, നാവ് മുറിച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ വലൈസ യുസാബുൽ മർമിൻ, കാല് വെഴിയത് കൊണ്ട് അത്ര വലിയ മുസീബത്തൊന്നും വരാനില്ല. അപ്പൊ അസ്റത്തുൽ റിജ്ലുണ്ട്, അസ്റത്തുൽ ലിസാനുണ്ട്. കാല് വെഴുതിയ ഇത്രയൊന്നും വരൂല. എന്നിട്ട് പറഞ്ഞു ഫഅസ്റത്തുഹു ഫിൽ ഖൗലി തുർഹിബു റഅസഹു, അത് വാക്കിലുണ്ടാകുന്ന അസ്റത്ത് എന്നുള്ളത് തല ഇല്ലാണ്ടാക്കും. എന്നാൽ കാലിൻ്റെതോ മരുന്ന് വെച്ചാൽ മാറുകയും ചെയ്യും. അപ്പൊ അസ്റത്തുഹു ഫിൽ റിജ്ലി തബ്റ അത് തബ്റഉ, അത് മാറും അലാ മഹലി, കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും. കുറച്ച് എണ്ണയും കായമ്പെല്ലാം വാങ്ങി മുറിമണ്ണെല്ലാം മാറി തേച്ചിട്ട് രക്ഷപ്പെടും. മറ്റേ തലയാ പോവുക എന്ന് മൂപ്പർ ഹിക്കുമ്പത്തുള്ള പാട്ടും പാടിയുന്നു. അപ്പൊ നാവാന്ന് വിടട്ടാകാം, അതാണ് തീർന്ന്. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസുലിഹി വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ് വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീലാ. ഇന്ന് ഈമാൻ ഓഹരി വെക്കൽ. ഈമാൻ ഓഹരിയാവൂല. വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാം വിശ്വസിക്കണം. 99 എണ്ണം വിശ്വസിച്ച് ഒരു കാര്യത്തിൽ നിസ്കാരമുണ്ടെങ്കിൽ ഒന്നും സ്വീകാര്യമല്ല, എല്ലാം പോയി എന്നാ പറഞ്ഞത്. അതാ ഈമാനില്ലാത്ത ഈമാൻ ഓഹരി വെക്കലില്ല. ഇന്നലെ 99% അയാൾക്ക് മാർക്കും 1 മാർക്ക് മീനസും അല്ല. അതന്നെ ഇവിടെയും പറയുന്നു. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറുസുലിഹി, അള്ളാഹിനെ കൊണ്ടും മുർസലീങ്ങളെ കൊണ്ടും കാഫിറാകുന്ന ഒരാൾ. അള്ളാഹിനെ കൊണ്ട് കാഫിറായാലെങ്ങനെ? യജ്ഹദൂന വഹദാനിയത്തല്ലാഹി, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ നിഷേധിക്കല്. അതേടത്തേക്ക് മടങ്ങി യക്ഫുറൂന ബില്ലാഹിയിലേക്ക്. വയക്ദിബൂന റുസുലഹുൽ കിറാം, മഹാന്മാരായ മുർസലീങ്ങൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ കളവാക്കുന്നു. അവർക്ക് നുബുവത്തുമില്ല, റിസാലത്തുമില്ല, മഅ്ജിസാത്തുമില്ല, ഒരു പ്രത്യേകതയുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്തേക്ക് മടങ്ങി. ഓ റുസുലി, 2 എണ്ണം ആയില്ലേ? എന്നിട്ടോ വയുരീദൂന യുഫർരിഖൂ ബൈനല്ലാഹി വറുസുലിഹി, അള്ളാഹിൻ്റെ ഇടയിലും മുർസലീങ്ങളുടെ ഇടയിൽ വിവേചനമാണ് അവർ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട്? അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുമ്പോൾ മുർസലീങ്ങളെ കൊണ്ടും അതിൻ്റെതായ വിശ്വാസം പാടില്ല. ഞാൻ അള്ളാഹിനെ അംഗീകരിക്കാം, മുർസലീങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ വിവേചന ഇല്ലേ? അതാ ബിഅൻ യുഅ്മിനൂ ബിഹി തആല വയക്ഫുറൂ ബിഹി, അള്ളാഹുവിനെ കൊണ്ട് അവർ വിശ്വസിക്കും, എന്നിട്ടോ മുർസലീങ്ങളെ കളവാക്കും. മുർസലീങ്ങളെ കണ്ടുകൂടാത്ത. ലാകിൻ ലാ ബിഅൻ യുസദ്ദിഹൂ ബിൽ ഈമാനി വബിൽ കുഫ്രി, അവർ എന്താക്കൂല? വെളിവാക്കൂല. എങ്ങനെ വെളിവാക്കൂല എന്ന്? നമ്മൾ ഇന്ന ആളെ കൊണ്ട് വിശ്വസിക്കും, ഇന്നാളെ കൊണ്ട് വിശ്വസിക്കൂല എന്നൊന്നും പറയുന്നില്ല. നബിമാരിൽപ്പെട്ട ആരെങ്കിലും തള്ളിപ്പറഞ്ഞാൽ ബാക്കിയുള്ള ആളെല്ലാം തള്ളിപ്പറഞ്ഞ സ്ഥാനത്താണ്. അവിടെ ശരീഹില്ലെങ്കിലും ഈ തള്ളിപ്പറയൽ കൊണ്ട് മറ്റേത് തള്ളിപ്പറയപ്പെട്ടു, അത് ഒളിക്കില്ല. അത് വബിൽ കുഫ്രി, ഈമാൻ കൊണ്ടോ കുഫർ കൊണ്ടോ വെളിപ്പെടുത്തൂല. കാത്തിബത്തിന് പരക്കെ അടങ്ങനാന്നല്ലേ. ബൽ ബി തരീഖിൽ ഇൽത്തിസാം, ഇൽത്തിസാമിൻ്റെ തരീഖുണ്ടാവും. എന്താ? മൂസാ നബിനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്നൊരാൾ പറഞ്ഞ് മിണ്ടെന്ന് വെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ എന്തായിന്നറിയോ? നമ്മ മൂസാ നബിനെ കൊണ്ട് വിശ്വസിക്കാമെന്നും നബി തങ്ങളെ കളവാക്കാമെന്നും വ്യക്തമായി പറയൂല. നബി തങ്ങളെ കളവാക്കിയ മൂസാ നബിനെ കൊണ്ട് കളവാക്കിയ ഇൽത്തിസാമ് വന്നു. അത് മൂസാ നബിനെ കൊണ്ടായാലും ഈസാ നബിനെ കൊണ്ടായാലും 1,00,000 മുർസലീങ്ങളെ കൊണ്ട് എല്ലാം കളവായി. പക്ഷെ ആ കളവ് എന്താക്കിയിട്ടില്ല, വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൽത്തിസാമ് വന്നു. കമാ യഹ്കിഹി ഖൗലുഹു തആല, അത് അല്ലാഹു തആല കലാം ഉദ്ധരിക്കുന്നു. വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദിൻ എന്ന വാക്കുകൊണ്ട് കിട്ടുന്നത്. ബഅദ് കൊണ്ട് വിശ്വസിക്കാം, ബഅദ് കൊണ്ട് കളവാക്കും എന്ന് പറഞ്ഞാൽ നുഅ്മിനു ബിബഅദിൽ അംബിയാഇ, അംബിയാക്കളിൽപ്പെട്ട ചിലരെ അംഗീകരിക്കും. വനക്ഫുറു ബിബഅദിൻ, ചിലരെന്താക്കും? തള്ളിപ്പറയുന്നല്ലേ പറയുന്നത്. അമ്മ കാലത്തിൽ യഹൂദി പറഞ്ഞു എന്താ? നുഅ്മിനു ബി മൂസ വത്തൗറാത്ത്, മൂസാ നബിനെ കൊണ്ടും തൗറാത്ത് കൊണ്ടും നമ്മൾ വിശ്വസിക്കാം. വനക്ഫുർ ബിമാ വറാ ദാലിക, മറ്റെല്ലാം തള്ളിപ്പറയും. എന്നാൽ എന്തായി? എല്ലാം തള്ളി. വമാ ദാലിക ഇല്ലാ കുഫ്റുൻ ബില്ലാഹി തആല വറുസുലിഹി, അള്ളാഹുവിനെ കൊണ്ട് കുഫറാണ്. റുസുൽ ജമ്മാക്കിയിട്ടേപ്പുള്ളത്.
മുഴുവൻ മുർസലീങ്ങളെ കൊണ്ടുവന്നു. അതാ ആയത്തിലങ്ങനെയല്ലേ, യക്ഫുറൂന ബില്ലാഹി വ റുസുലിഹി. ചിലപ്പോൾ ഒരൊറ്റ നബിനായിരിക്കും തള്ളി പറഞ്ഞിട്ടുണ്ടാകില്ല. വ തഫരീഖും ബൈനല്ലാഹി വ റസൂലിഹി ഫിൽ ഈമാൻ. ഈമാനിന്റെ വിഷയത്തിൽ ഇവിടെ എന്തായി? ഒന്ന് അദമും ഒന്ന് വുജൂദും വന്നു. ചുരുക്കത്തിൽ എല്ലാം അദമ. ലിഅന്നഹു തആല ഖദ് അമറഹും ബിൽ ഈമാനി ബിജമീഇൽ അംബിയായി. മുഴുവൻ അംബിയാക്കളെ കൊണ്ട് വിശ്വസിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. വമാ മിൻ നബിയ്യിൻ മിനൽ അംബിയാഇ ഇല്ലാ വഖദ് അഖ്ബറ ഖൗമഹു ബിഹഖിയ്യത്തി ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാക്കളിൽപ്പെട്ട ഒരൊറ്റ നബിമാരും കഴിഞ്ഞിട്ടില്ല മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയും തങ്ങളുടെ ദീനിൻ്റെ ഹഖിയത്തിനെ കുറിച്ചും അംഗീകരിക്കാത്ത ഒരു നബിമാരും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഹംസയിലോതില്ലേ, മാമാലത്ത് ഫത്റാത്തും മിനർ റൂസുലി ഇല്ലാ ബശറത്ത് ഖൗമഹാ ബികൽ അംബിയാഉ. ഏതൊരു നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിക്കാതെയും തങ്ങളെ ദീന് കൊണ്ട് ഹക്കാണെന്ന് പറയാത്ത ഒരൊറ്റ നബിയും കഴിഞ്ഞിട്ടില്ല. അപ്പം ഫമൻ കഫറ ബിവാഹിദിൻ മിൻഹും കഫറ ബിൽ കുല്ലി. ഒറ്റൊരാളെ കൊണ്ട് കാഫറായാൽ എല്ലാവരെ കൊണ്ടും കാഫറായി മിൻഹൈസു ലാ യഹ്തസിബ്. അവനത് മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഇൽത്തിസാം. എല്ലാവരെ കൊണ്ടൊന്നും എണ്ണി എണ്ണി പറഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് പോയാൽ എല്ലാം പോയി. ويريدون أن يتخذوا بين ذلك سبيلا ويريدون بقولهم ذلك. അങ്ങനെ പറയൽ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു സബീലുണ്ടാക്കാനാണ്. അത് ഇങ്ങനത്തെ ഒരു ബാത്തി അതല്ലേ, ഐ തരീഖൻ വസത്തം ബൈനൽ ഈമാനി വൽ കുഫർ. ഈമാനിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള ഒരു മൂന്നാം തരീഖ് അതുണ്ടാക്കലാണ് ഉദ്ദേശിക്കുന്നത്. പല വാസിതത്തെ ബൈനഹുമാ ഖത്തൻ. ഈമാനിൻ്റെയും കുഫറിൻ്റെ ഇടയിൽ വാസിത ഇല്ലാൻ തന്നെ. അത് ഒരു കൂട്ടരുണ്ടല്ല, മർത്തബത്തും ബൈനൽ മർത്തബത്തേന് സുബുദ്ദാൻ ഷറഹുല്ലക്കാരി പറഞ്ഞില്ലേ, മർത്തബത്തും ബൈനൽ മർത്തബത്തേന്. അതായത് ഒരു മോമിന് കാഫിർ ആശിയായ മോമിന്. അപ്പം മൂന്നാം തരീഖ് ഉണ്ടെന്നാണ് ഒരു പഴച്ച പാർട്ടിയുടെ വാദം. അപ്പം മർത്തബത്തും ബൈനൽ മർത്തബത്തേന് ഈമാനിൻ്റെയും കുഫറിൻ്റെ ഇടയിൽ അയാളാരല്ല ആശിയായതുകൊണ്ട് മൂമിനായിട്ടില്ല, അയാൾ കാഫറായിട്ട് കൊണ്ടുവന്നോ കാഫർ പോയിട്ടില്ല. അപ്പം മൂന്നാം തരീഖ് ഉണ്ടെന്ന് അവർ പറയും. അപ്പം ഫരീഖും ഫിൽ ജന്നത്തി ഫരീഖും ഫിസ്സായെന്ന് അന്ന് രണ്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇവരെ ഇടയാക്കുന്നത് അന്ന് പറഞ്ഞ് രണ്ടിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചൂട് കുറഞ്ഞ തരക്കത്തിൽ കിടത്തും. ഓറാക്കിയ നിലയ്ക്ക് എനിക്ക് ചെറവിലക്കാതിനെ പറ്റി മർത്തബത്തമേനോ മർത്തബത്തേനി എന്തെല്ലാം തായ്പത്ത് കഴിഞ്ഞ് എന്തെല്ലാം ഇപ്പം നടക്കുന്നുണ്ട്, എന്തെല്ലാം വരാനുണ്ട്, എല്ലാം കേൾക്കാൻ പറ്റും. ശരിയപ്പാ ശരിയപ്പാ ആട് പ്രസംഗിക്കുമ്പോൾ തൊച്ചപ്പാടാക്കിയത് എല്ലാം ശരി. വാസിത്തയില്ല. കാരണം ഫൈനൽ ഈമാന ബില്ലാഹി ഇന്നമാ യതിമ്മു ബിറുസുലിഹി വതസ്ദീഖിഹിം. കണ്ടാ, അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാൻ എന്നത് മുർസലീങ്ങളെ കൊണ്ടേ പൂർത്തിയാകുള്ളൂ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ആകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി വേർതന്നെ വേണം. വതസ്ദീഖിഹിം അവരെ തസ്ദീഖാക്കുകയും വേണം. ഫീമാ ബല്ലഗു അവർ എത്തിച്ച കാര്യങ്ങളിൽ തഫ്സീലൻ വൈജ്മാലൻ. തഫ്സീൽ വേണ്ടെന്നെങ്കിൽ തഫ്സീൽ, ഇജ്മാൽ വേണ്ടെന്നെങ്കിൽ ഇജ്മാൽ. അത് രണ്ടും രണ്ടാണ്. വല്ല ഇതിൽ ജബർദിത്തോലൂതിയിലെ ഇത് അള്ളാഹിൻ്റെ കിതാബ് കൊണ്ട് വിശ്വസിക്കണം. മുമ്പിറക്കപ്പെട്ട കിതാബ് കൊണ്ട് ഇജ്മാൽ മതി. നബിതങ്ങൾക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടാണ് തഫ്സീൽ വേണം. അതുകൊണ്ടില്ലേ അമ്പിയാക്കളെ കൊണ്ട് എന്താക്കണം? ഇജ്മാൽ മതി. ഇജ്മാൽ എന്ന് പറഞ്ഞാൽ അവരെ പേരെടുത്താൽ ഇതാരാന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലാണ്. കുറെ ജീവചരിത്രങ്ങളോ എല്ലാം വിശാലമായി പറിച്ചുള്ളന്നില്ല. അവർക്ക് കിതാബ് ആ കിതാബാണ്. അതേപോലെ തഫ്സീലാക്കുമ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പഠിക്കുമ്പോൾ തഫ്സീലും പോകണമെന്ന്. ഇപ്പം മൂസാ നബിക്ക് എത്ര മക്കളുണ്ടെന്ന് വെച്ചാൽ അറിഞ്ഞുള്ളതില്ല അല്ലേ? നബി തങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് വെച്ചാൽ അറിയണോ? അത് തഫ്സീൽപ്പെട്ടതാണ്. അതുകൊണ്ടല്ലേ കിഫാത്തിൻ്റെ അക്കീദത്തുൽ എന്താക്കി തങ്ങളെ ഭാര്യമാരാര് മക്കൾ എത്രയുണ്ട്, അണത്തിലുണ്ട്, പെണ്ണത്തിലുണ്ട് എന്നെല്ലാം വിശദീകരിച്ചേ. മലായിക്കത്തിലുണ്ട്. മലായിക്കത്തിൻ്റെ മൊത്ത ഉസാഫിൽ ഇജ്മാലുണ്ട്.
10 മലായിക്കത്തിനെ കുറിച്ചൊരു തഫ്സീലും വേണം. അതാണ് ഇത് തഫ്സീലാക്കേണ്ട സ്ഥലത്ത് തഫ്സീല്, ഇജ്മാല് വേണ്ട സ്ഥലത്ത് ഇജ്മാല്. അതുകൊണ്ട് ഫൽ കാഫിറു ബിബഅദിൻ കൽ കാഫിരി ബിൽ കുല്ലി, ബഅദ് കൊണ്ട് കാഫിറായാൽ കുല്ല് കൊണ്ടും കാഫിറായി ദലാലത്ത് കണക്കന്നെയാണ്. ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, ഉലൈക എന്നാൽ മൗസൂഫൂന ബിസിഫാത്തിൽ ഖബീഹത്തി, മുമ്പ് മോശമായ കുറച്ച് സിഫത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നല്ലദീന മുതൽ യക്ഫുറൂന ബില്ലാഹി വയുരീദൂന വയഖൂലൂന, ഒന്ന് അള്ളാഹിനെ കൊണ്ടും മുർസലിങ്ങളെ കൊണ്ടും കുഫറായി. രണ്ടേതാണ് അള്ളാഹിനെയോർക്ക് വിവേചനം ഉണ്ടാക്കല്, നൂമിന് ബിബാദിൻ വനക്ഫുറു ബിബാദിൻ എന്ന് പറയല്. എന്നിട്ടോ ഇസ്ലാമും അല്ല കാഫറും അല്ലാത്ത ഒരു മൂന്നാം തരീഖ് ഉണ്ടാക്കല്. അവര് ഹുമുൽ കാഫിറൂന ഹഖ, ഒറിജിനൽ കുഫറുകൾ തന്നെ. അൽ കാമിലൂന ഫിൽ കുഫർ ഐ ഹഖ ദാലിക ബിമഅന, അതാണ് ഹക്കൻ എന്ന് പറഞ്ഞില്ലേ. ആ ഹക്കൻ എന്താണ്? ഹക്ക ദാലിക ഹക്കൻ എന്നുണ്ടാവും. അപ്പൊ തൗക്കീദായി. അതാ ഹക്കൻ എന്ന് വെച്ചാൽ ഹക്ക ദാലിക ബിമഅന അന്നഹു സാറ യഖീനൻ മുഹഖഖൻ ലാ ശക്ക ഫീഹി, അതിന് ഒരു സംശയമില്ലാത്ത രീതിയിൽ അത് മുഹഖഖായി മാറിയിട്ടുണ്ട്. വഅഅതദിനാ ലിൽ കാഫിരീന അദാബൻ മുഹീനാ, അവരെ നിസ്സാരപ്പെടുത്തുന്ന തരത്തിലുള്ള അദാബ് തയ്യാറാക്കിയിട്ടുണ്ട്. സയദുഖൂനഹു ഇൻദ ഹുലൂലിഹി, ആ അദാബിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവർ ആസ്വദിക്കുക. ഇപ്പം പറഞ്ഞാലൊന്നും അത് അത്ര പൂർണ്ണമായി വരൂല. എന്നിട്ട് വയുഹാനൂന ഫീഹി, ആ അദാബിലായിക്കൊണ്ട് അവർ നിസ്സാരന്മാരായി കഴിയുന്നുണ്ട്. ഇനി സുമ്മ, ഇനി അടുത്തിട്ട് വരട്ടെ. ഇന്നഹു തആല ലമ്മാ ദക്കറ വഈദൽ കുഫാർ, കുഫാറിൻ്റെ വഈദ് പറഞ്ഞത് ഖുർആൻ്റെ സ്വഭാവമാണ്. ആദ്യം വഅദ് പറഞ്ഞാൽ ഒരു വഈദ് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കും, ഒരു വഅദ് പറയും. ഒരു ഇൻദാറ് പറഞ്ഞാൽ ഒരു തബ്ശീർ പറയും. ഒരു ദോഷങ്ങളെക്കുറിച്ചെല്ലാം മോശമായി പറഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഇല്ല ഇട്ടിട്ട് തോബയും പ്രത്തി മതി. അത് ഖുർആൻ്റെ പ്രത്യേക ശൈലിയാണ്. അതാണ് ആത്ബഅഹു ബിദിക്രി വഅദിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള വഅദ് കൊണ്ടെന്താകിന് പിന്നാലെ പറഞ്ഞു. വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി വലം യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും ഉലൈക സൗഫ യുഅതീഹിം ഉജൂറഹും വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അപ്പോൾ ഇന്നല്ലദീന യക്ഫുറൂനയുടെ പകരം എന്താക്കിയ വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി, അതിനെ നേരെ തിരിച്ചു വെച്ച്. ഇനിയോ മുർസലീങ്ങളുടെ ഇടയിൽ വിവേചനം കാട്ടിയില്ല, എല്ലാ മുർസലീങ്ങളും അംഗീകരിച്ചു. അപ്പോൾ ഒരു കൂട്ടർ എന്താക്കുന്നു, മൂസാ നബിനെ അംഗീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നബി തങ്ങളെ തള്ളി പറയും. അവർ പരസ്പരം ഈസാ നബിനെ അംഗീകരിക്കുമെന്ന് പറയുന്ന ആൾ ആരംഗീകരിക്കില്ല, മൂസാൻ അംഗീകരിക്കില്ല. മൂസാൻ അംഗീകരിക്കുന്നു പറയുന്നവർ ഈസാൻ അംഗീകരിക്കില്ല. രണ്ട് കൂട്ടരും മുത്തു നബിനെ അംഗീകരിക്കില്ല. അതാ ബിഅൻ യുഅ്മിനൂ ബിബഅദിഹിം വയക്ഫുറൂ ബിആഖരീന. എന്തിൻ്റെ സൂറത്ത്? ആ തഫരീഖിൻ്റെ സൂറത്താണിത്. വലം യുഫർരിഖൂ എന്ന് പറഞ്ഞില്ലേ? അപ്പം ലം യുഫർരിഖൂ എന്നുള്ളത് നഫിയാണ്. നഫിൻ്റെ സൂറത്തല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെന്തിൻ്റെ? മംഫിൻ്റെ. ലം യുഫർരിഖൂ എന്ന് പറഞ്ഞത് നഫി. ആ നഫി കൊണ്ട് ലംബ് കൊണ്ട് മംഫിയതാണ് തഫരീഖ്. ആ തഫരീഖിൻ്റെ സൂറത്താണ് മുഅദ്ദിനെ കൊണ്ട് വിശ്വസിക്കുകയും മറ്റുള്ളവരോട് കളവാക്കുകയും ചെയ്യുന്നത്. അപ്പം ആ സൂറത്തിൽ ആ ബാ ഇട്ട തസ്വീർ എന്തിനുള്ളതാണ്? നഫീക്കോ മംഫിക്കോ? മംഫിക്കാണ്. എന്നത് ഓടിച്ചേയില്ല. അതെ. ഉലൈക സൗഫ യുഅതീഹിം, അവർക്ക് അല്ലാഹു തആല കൊടുക്കും. നേരത്തെ സൗഫന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഉജൂറഹും, അവർക്കുള്ള ഉജൂറ്, അൽ മൗഊദത ലഹും, അല്ലാഹുവിന്റെ ഫضലിനാൽ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഉജൂറ് എന്നല്ലാണ്ട് ഓരോ അവകാശം ഒന്നും വേണ്ട. അതാ സൗഫ അവിടെ എന്താ പറയുന്നത്? ലി തഅകീദിൽ വഅദി, ആ വഅദിനെ തഅകീദാക്കാനാണ് സൗഫ പറഞ്ഞത്. ഐ അന്നഹു കാഇനുൻ ലാ മഹാലത വഇൻ തഅഖറ, കുറച്ച് പിന്തിയിട്ടാണെങ്കിലും കൊടുക്കണം ഉറപ്പാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അപ്പം മഗ്ഫിറത്ത് റഹ്മത്താണ് അവരോട് കൊളുത്തിയത്. എന്താ? സ്വാഭാവികമായി എന്താക്കും, അവർക്ക് എന്തെങ്കിലും ഇഫ്രാത്തോ തഫരീത്തോ ഉണ്ടാകും മനുഷ്യനായതുകൊണ്ട്. അതുകൊണ്ട് ഗഫൂറായി. ലിമാ ഫറത മിൻഹും
റഹീമൻ എന്നുള്ളത് മുബാലകം ഫിർ റഹ്മ, റഹ്മത്തിൽ അങ്ങേയറ്റം എത്തിയവനാണ്. അങ്ങനെ അബി തദ്ഈഫ് ഹസനാത്തിഹിം, കുറഞ്ഞ ഹസനാത്താണെങ്കിലും അത് ഇരട്ടിയാക്കും. യുഹ്കാ അന്നഹു കാന ശാബുൻ ഹസനൽ വജ്ഹി, നല്ല സുന്ദരനായ ഒരു ശാബുണ്ടായിരുന്നു. വലഹു അഹ്ബാബുൻ, അവർക്ക് കുറേ സുഹൃത്തുക്കളുമുണ്ട്. വകാനൂ ഫിൽ അക്ലി വശ്ശുർബി വത്തനഉമി വത്തലദ്ദുദി, നല്ല കൊസയിൽ ജീവിക്കുന്ന കൂട്ടറാണ്. അക്ലിലും ഷുർബിലും തനഅമും, നല്ല ആഡംബര ജീവിതമായിരുന്നു. അങ്ങനെ ഫനഫദത് ദറാഹിമുഹും, അവർ ദിർഹമെല്ലാം തീർന്നുപോയി, ഇനിയിപ്പോൾ ആഡംബരം നടക്കൂല. ഫജ്തമഉ യൗമൻ, അങ്ങനെ എന്തൊക്കെ തീരുമാനിച്ച് വാജിമ അലാ യഖതഉ തരീഖ്, ഇനി കൊള്ളയടിക്കാൻ തുടങ്ങാൻ തീരുമാനിച്ചു. വൈവാക്കുന്ന ആളെല്ലാം കൊള്ളയടിക്കാം, എന്നാൽ പൈസ കിട്ടുമല്ല. ഫഖറജു ഇലാ തരീഖിൻ, അങ്ങനെ ഒരു തരീഖിലേക്ക് പോയി. വതറക്കബുൽ ഖാഫില, പോകുന്നെല്ലാം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, കൊള്ളയടിക്കണ്ടേ. അങ്ങനെയുണ്ടല്ലോ, കൈവച്ച് കടം കയറിയാൽ എന്താക്കുക, വേറെ വാങ്ങിയിട്ട് കൊടുക്കാണ്ട് തോപ്പിച്ചേക്കാം, അത് കൊള്ളടിയാണ്. ഫലം യമുറ അഹദൻ മിൻ ഹാദ തരീഖി, അപ്പം 3 ദിവസം വരെ ആരും വൈഭവിച്ചില്ല. ഇലാ സലാസത്തി യമിൻ. വറഅ ശാബു ശൈഖൻ, ഷാബ് കണ്ട് ഒരു ശൈഖിനെ. ഖാല ലഹു, ശൈഖ് പറഞ്ഞ ആരോട്? ലഹു, ഈ ഷാബിനോട്. അട്ടിമറിയാൻ പാടില്ല. യാ വലദി ലൈസ ഹാദാ സുന്നത്തുക, മോനെ, ഇത് നീക്ക് പറ്റിയ പണിയല്ല കേട്ടാന്ന്. അരി ശൈഖ് അത് ഫസ്തഗ്ഫിരില്ലാഹ്, അല്ലാഹു തആല ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോന്ന്. ഫൈൻ തലബതനി, നീ എന്നോട് ആവശ്യപ്പെട്ട ഫഅന അഖറഉൽ ഖുർആന ഫീ ജാമിഇ സയ്യിദുൽ ബുഖാരി, ഞാൻ എന്താക്കുക, സയ്യിദുൽ ബുഖാരിയുടെ ജമാഅത്ത് പള്ളിയുണ്ട്, അവിടെ പോയിട്ട് ഞാൻ ഖുർആൻ ഓതാം. എവിടെയെന്ന്? ബറൂസയിൽ. ഇത് കേട്ടപ്പോൾ ഫഹത്തലക ഖൽബു ഷാബി മിൻ തഅസീരിൽ കലാം, ആ ശൈഖിൻ്റെ കലാമിൻ്റെ തഅസീരിനാൽ ഷാബിൻ്റെ കൽബങ്ങ് കത്തിപ്പോയി. ഇതെനിക്ക് പറ്റിയ പണിയല്ല, നീ ഉടനെ തൗബ ചെയ്തോ, നീ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഖുർആൻ ഓതാന്ന് വെച്ചു. ഫഖാല ലി റുഫഖാഇഹി, അപ്പം ഇയാൾ അതേ ചങ്ങായിമാരുണ്ടല്ലോ ഒക്കെ വന്നേ, അവരോട് പറഞ്ഞ് ലൗ തബിഅതും റഅയി, എൻ്റെ അഭിപ്രായം നിങ്ങൾ പിൻപറ്റുമെങ്കിൽ തആലൗ, നിങ്ങൾ എൻ്റെ കൂടെ വാ. നറൂഹില ബറോസ, അടുത്ത് ബറോസയിലേക്ക് നമുക്ക് പോകാം. എന്നാൽ ശൈഖിൻ്റെ ഖുർആൻ ഓത്തേക്ക്. പിന്നെ വനതജസ്സസു അൻ ബഅദി തുജാർ, അങ്ങനെ ബഅദു തുജാർ വരുന്നുണ്ടോ നമുക്ക് നോക്കി നിൽക്കാം. ഫനുഖ്രിജു ഖൽഫഹും, അവർ ഖൽഫിൽ പോയി. ഫനഅഖുദു അംബാലഹും, ഓരോ മുതൽ പിടിക്കുകയും ചെയ്യാം എന്ന് ഇയാൾ അഭിപ്രായപ്പെട്ടു. ഫഖബിലു ഖൗലഹു, ചങ്ങായിമാരുള്ളതിൽ അംഗീകരിച്ചു. ഫലമ്മാ ജാഉ ഇലാ ബറോസയിലേക്ക് എത്തി. ഖാല ലഹും, അദ്ദേഹം പറഞ്ഞ് തആലു, ഇനി എൻ്റെ കൂടെ വാ. എന്താക്കുക, നുസല്ലി ഫീ ജാമിഇ സയ്യിദുൽ ബുഖാരി, ജമാഅത്ത് പള്ളി ഇപ്പോൾ നിസ്കരിക്കാം. വനദഉ ഇൻദഹു ലിഹസ്ല മുറാദന, നമ്മുടെ മുറാദ് കരസ്ഥമാകാൻ വേണ്ടി നമുക്ക് ദ്വാരക്കുകയും ചെയ്യാം. ഫലമ്മാ ജാഅ ഇലൽ ജാമിയിലേക്ക് എത്തിയേക്കുമ്പോഴാണ്ട് നമ്മളെ ശൈഖിൻ്റെ അടുത്ത് ഖുർആൻ ഒന്നാണ്. ആദ്യം ശൈഖിനല്ലേ പിടിക്കാൻ നോക്കി. പിന്നെ വറാ ശൈഖ ഹുനാക യഖറഉൽ ഖുർആൻ, നമ്മുടെ ബൈക്ക് വെച്ച് കണ്ട ശൈഖുണ്ടല്ലോ ഖുർആൻ. സഖത്ത അലാ രജ്ലിഹി വതാബ, മൂപ്പറ കാക്ക വീണിട്ട് തൗബ ചെയ്തു, കാലുമ വീണിട്ട്. വാ ബഖിയ ഇൻദഹു സനതൈൻ, 2 കൊല്ലം ശൈഖിൻ്റെ കൂടെ കൂടിയിട്ട്. സുമ്മ ബഅദ സനതൈൻ അർസലഹു ഹാദ ശൈഖു ഇലാ ഹദ്റത്തി ശൈഖി ശംസുദ്ദീൻ, 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഈ ശൈഖ് എന്താക്കി, ശംസുദ്ദീൻ ശൈഖിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. എന്തിനാന്ന്? ഫറബ്ബാഹു വസാറ കാമില, മൂപ്പർ തർബിയത്തും ചെയ്തിട്ട് അദ്ദേഹം വലിയ കാമിലായി മാറി. അവർ ശൈഖിൻ്റെ ഒക്കെ എന്താക്കും, ശൈഖിൻ്റെ അനുമതി പറയാൻ മറ്റൊരു ശൈഖിലേക്ക് പോകും, അയക്കും. ബാദൻഖാന മുഅ്മിനൻ നാഖിസൻ, ആദ്യം നാഖിസായ മുഅ്മിനാണ്, ഖാതിഅ തരീഖായിരുന്നു, കൊള്ളയടിക്കാൻ്റെ പോയത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ വലിതാ യുൻദറു ഇലൽ ഖാത്തിമ, ഖാത്തിമത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം കൊള്ളക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഇനി കുറ്റപ്പെടുത്താനും പാടില്ല, കണ്ടില്ലേ. വലാകിൻ ഹുസ്നുൽ ആഖിബത്തി മിൻ സബഖിൽ ഇനായത്തി ഫിൽ ബിദായ, അപ്പം ബിദായത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഇനായത്ത് സാബിക്കായിട്ടുണ്ട് എന്നതിന് തെളിവാന്ന് ഹുസ്നുൽ ആഖിബത്ത്. അള്ളാഹുവിൻ്റെ ഇനായത്ത് ഇവനാരാകണം, ഇവൻ വലിയാകണം എന്നാണ് അള്ളാഹിൻ്റെ ഇനായത്തുണ്ടായത്. അതെ, اللهم اجعلنا من المهديين آمين يا معين آمين.